വെൽക്കം ടു ബയോ ക്ലാസ്. ഞാൻ അജിത സി ജെ. നമ്മളിന്നിവിടെ ഡിസ്കസ് ചെയ്യാനായി പോകുന്നത് സിസ്റ്റമാറ്റിക്സ് എന്ന് പറയുന്ന പോർഷനിലെ ടാക്സോണമിക് സ്ട്രക്ചേഴ്സ് എന്ന് പറയുന്നതാണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ ബെന്തമാൻ ഹൂക്കർ ക്ലാസിഫിക്കേഷൻ എന്താണെന്ന് ഡിസ്കസ് ചെയ്തു. അതുപോലെ തന്നെ എന്താണ് റീസെൻറ്റ് ട്രെൻഡ്സ് ഇൻ ടാക്സോണമി, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നതാണ് ടാക്സോണമിക് സ്ട്രക്ചേഴ്സ്. അപ്പോൾ നമ്മൾക്കറിയാം, ജീവികളെ ഒരൊറ്റ ഘട്ടമായിട്ടല്ല തരംതിരിക്കുന്നത്, പകരം ഘട്ടം ഘട്ടമായിട്ടാണ് ഇവിടെ തരംതിരിച്ചിരിക്കുന്നത്. ഇവിടെ ഇതൊരു ലളിത പ്രക്രിയയല്ല, മറിച്ച് സ്ഥാനത്തെയോ വിഭാഗത്തെയോ അടിസ്ഥാനപ്പെടുത്തി വിവിധ ഘട്ടങ്ങളിലൂടെ ഉയർന്ന ശ്രേണിയിലേക്ക് എത്തുന്ന ഒരു പ്രക്രിയ ആയിട്ടാണ് പ്രധാനമായിട്ടും ജീവികളെ തരംതിരിക്കുന്നത്. സ്ഥാനത്തെ എന്ന് പറയുമ്പോൾ ജീവികളുടെ റാങ്ക് അല്ലെങ്കിൽ അവരുടെ കാറ്റഗറീനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ഒരു ക്ലാസിഫിക്കേഷനാണ് ഇവിടെ പ്രധാനമായിട്ടും നടക്കുന്നത്. ഇത് മൊത്തം വർഗീകരണ വ്യവസ്ഥയുടെ ഒരു ഭാഗമായതിനാൽ ഇതിനെ വർഗീകരണ വിഭാഗം എന്ന് വിളിക്കുന്നു. ഓക്കെ, അതായത് ടാക്സോണമിക് കാറ്റഗറി എന്ന് വിളിക്കുന്നു. ഓക്കെ, വർഗീകരണ വിഭാഗം അഥവാ ടാക്സോണമിക് കാറ്റഗറി എന്ന് വിളിക്കുന്നു. അപ്പോൾ ഇതൊരു മൊത്തം വർഗീകരണ വ്യവസ്ഥയുടെ ഒരു ഭാഗം ആയതുകൊണ്ട് തന്നെ ഇതിനെ ടാക്സോണമിക് കാറ്റഗറി എന്നാണ് വിളിക്കുന്നത്. ഓക്കെ, ദെൻ എല്ലാ വിഭാഗങ്ങളെയും ഒന്നിച്ച് വർഗീകരണ സ്ഥാനശ്രേണി എന്ന് വിളിക്കുന്നു, അഥവാ ടാക്സോണമി ഹൈറാർക്കി. അപ്പോൾ ഇതുപോലെ റാങ്കുകൾക്കനുസരിച്ച് അല്ലെങ്കിൽ കാറ്റഗറിക്ക് അനുസരിച്ച് എല്ലാ വിഭാഗങ്ങളെയും വർഗീകരിച്ചെടുക്കുന്നതിനെ വർഗീകരണ സ്ഥാനശ്രേണി അഥവാ ടാക്സോണമി കാറ്റഗറി എന്ന് വിളിക്കാം. ഓരോ വിഭാഗവും വർഗീകരണത്തിൻ്റെ ഒരു ഏകകം അഥവാ യൂണിറ്റ് ആയിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. അപ്പോൾ ഓരോ വിഭാഗവും വർഗീകരണത്തിൻ്റെ ഏകകം അല്ലെങ്കിൽ ഒരു യൂണിറ്റ് ആയിട്ടാണ് കണക്കാക്കുന്നത്. വാസ്തവത്തിൽ ഈ സ്ഥാനത്തെ റാങ്ക് ആയിട്ടാണ് പ്രതിനിധീകരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ടാക്സോണമി ഹൈറാർക്കി അല്ലെങ്കിൽ വർഗീകരണ സ്ഥാന ശ്രേണി എന്ന് പറയുന്നത് ഓരോ ടാക്സോണമിയിലുള്ള ഓരോ വിഭാഗത്തെ അല്ലെങ്കിൽ ഓരോ കാറ്റഗറിനെയും ഓരോ റാങ്കുകൾക്കനുസരിച്ച് ക്രമമായിട്ട് വർഗീകരിക്കുന്ന രീതിയാണ് ടാക്സോണമി കാറ്റഗറി ഹൈറാർക്കി അല്ലെങ്കിൽ സ്ഥാനശ്രേണി എന്ന് പറയുന്നത്. അതിനകത്ത് ഓരോ വിഭാഗത്തിനെയും ഓരോ യൂണിറ്റ് ആയിട്ടാണ് കണക്കാക്കുന്നത്. ഇപ്പോൾ സ്പീഷീസ് ആണെങ്കിൽ ഒരു യൂണിറ്റ്, അല്ലെങ്കിൽ അതേപോലെ തന്നെ ഫാമിലി ആണെങ്കിൽ വേറൊരു യൂണിറ്റ്. അങ്ങനെ വാസ്തവത്തിൽ ഒരു സ്ഥാനത്തെ റാങ്ക് ആയിട്ടാണ് പ്രതിനിധീകരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഒരു സ്ഥാനത്തെ റാങ്ക് എന്ന് പറഞ്ഞിട്ടാണ് പ്രതിനിധീകരിക്കുന്നത്. പൊതുവെ ടാക്സൺ എന്ന് ഈ റാങ്കിനെ വിളിക്കുന്നു. അപ്പം ടാക്സോണമി ഹൈറാർക്കിയിൽ അല്ലെങ്കിൽ വർഗീകരണ സ്ഥാന ശ്രേണിയിൽ ഇതിനെ ഓരോ ടാക്സൺ ആയിട്ടാണ് അല്ലെങ്കിൽ ഓരോ റാങ്കുകളായിട്ടാണ് ഓരോ കാറ്റഗറിനെയും ഓരോ ഗ്രൂപ്പുകളെയും നമ്മൾ വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ വെക്കുന്നതിനെയാണ് അല്ലെങ്കിൽ ഓരോ റാങ്കുകളെയും ടാക്സൺ അഥവാ ബഹുവചനം ടാക്സകളായിട്ടാണ് എന്ത് ചെയ്തിരിക്കുന്നത്, നമ്മൾ വർഗീകരണ സ്ഥാന ശ്രേണിയിൽ ഓരോ വിഭാഗത്തിനെയും രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഇതാണ് വർഗീകരണ സ്ഥാന ശ്രേണി. നമ്മൾ കുഞ്ഞു ക്ലാസ്സുകളിൽ തൊട്ട് പഠിക്കുന്നതാണ് ടാക്സോണമി ഹൈറാർക്കി എന്താണെന്നുള്ളത്. സ്പീഷ്യസ്, ജീനസ്, കുടുംബം, ഫാമിലി, ഓർഡർ, ക്ലാസ്, ഫൈലം ഓർ ഡിവിഷൻ അല്ലെങ്കിൽ കിങ്ഡം. അപ്പോൾ നമുക്കറിയാം, ഈ കിങ്ഡം തൊട്ട് താഴോട്ട് വരുമ്പോൾ സിമിലാരിറ്റീസ് എങ്ങനെയായിരിക്കും? സിമിലാരിറ്റീസ് അല്ലെങ്കിൽ സാദൃശ്യങ്ങൾ കൂടി വരുമോ കുറഞ്ഞു വരുമോ? കൂടി വരും അല്ലേ. സാദൃശ്യങ്ങൾ ഇൻക്രീസ് ചെയ്യും, കൂടി വരും. അപ്പോൾ കിങ്ഡം തൊട്ട് താഴോട്ട് വരുമ്പോൾ സാദൃശ്യങ്ങൾ സിമിലാരിറ്റീസ് ഇൻക്രീസ് ചെയ്ത് വരും. ദെൻ സ്പീഷ്യസിൽ നിന്ന് മുകളിലോട്ട് പോകുന്തോറും സിമിലാരിറ്റീസ് അല്ലെങ്കിൽ സാദൃശ്യങ്ങൾ, പൊതുഗുണങ്ങൾ, ഇത് ഓർത്ത് വെക്കണം, പൊതുഗുണങ്ങൾ, സിമിലാരിറ്റീസ്, സാദൃശ്യങ്ങൾ, പൊതുഗുണങ്ങൾ എന്നിവ എങ്ങനെയായിരിക്കും? പൊതുഗുണങ്ങൾ എന്ന് പറയുന്നത് ഡിക്രീസ് ചെയ്യും. ഓക്കെ, അപ്പോൾ പൊതുഗുണങ്ങൾ ഡിക്രീസ് ചെയ്യാണ് ചെയ്യുന്നത്. മുകളിലോട്ട് പോകുന്തോറും പൊതുഗുണങ്ങൾ ഡിക്രീസ് ചെയ്യാണ് ചെയ്യുന്നത്. അതായത് പൊതുഗുണങ്ങൾ കുറവാണ് ചെയ്യുന്നത്. അപ്പോൾ ഏറ്റവും കൂടുതൽ പൊതുഗുണമുള്ള ടാക്സ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ടാക്സൺ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് സ്പീഷ്യസ് ആണ്. ഏറ്റവും കൂടുതൽ പൊതുഗുണങ്ങളുള്ള ഒരു വർഗീകരണ സ്ഥാന ശ്രേണിയിൽ ഏറ്റവും കൂടുതൽ പൊതുഗുണങ്ങളുള്ളത് ഏതിലാണെന്ന് ചോദിച്ചാൽ അത് സ്പീഷ്യസിലാണ്. ഓർത്ത് വെക്കുക, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, സ്പീഷ്യസിലാണ്.
ദെൻ ഏറ്റവും കുറവ് പൊതുഗുണങ്ങളുള്ളത് ഏത് ടാക്സിനാണെന്ന് ചോദിച്ചാൽ അത് കിങ്ഡം ആണ്. അപ്പോൾ സ്പീഷ്യസിൻ്റെയും ഫാമിലിയുടെ ഇടയിൽ വരുന്നത് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഏതാണ്? ജീനസ് ആണ്. ദെൻ ജീനസിൻ്റെയും ഓർഡറിൻ്റെ ഇടയിൽ വരുന്നത് ഏതാണ്? കുടുംബമാണ്. ഓർഡറിൻ്റെയും ഫൈലത്തിൻ്റെ ഇടയിൽ വരുന്നത് ക്ലാസ് ആണ്. സോ അപ്പം നമ്മളിതിങ്ങനെ ഓരോന്നിൻ്റെ ഇടയിൽ ഏതാണ് വരുന്നതെന്ന് നമ്മൾക്ക് അറിയണം. അപ്പോൾ നമ്മൾ ഒന്നില്ലെങ്കിൽ അസെൻഡിങ് ഓർഡറിൽ അല്ലെങ്കിൽ ഡിസെൻഡിങ് ഓർഡറിൽ നമ്മളിത് പഠിച്ചു വെക്കണം. എന്താണ് ടാക്സോണമി ഹൈറാർക്കി എന്ന് പഠിച്ചു വെക്കണം അല്ലേ? അപ്പോൾ സ്പീഷ്യസ്, ജീനസ്, കുടുംബം, ഓർഡർ, ഫാമിലി, ക്ലാസ്, ഫൈലം, കിങ്ഡം. ഓക്കെ, അപ്പോൾ സ്പീഷ്യസ്, ജീനസ്, ഫാമിലി, ഓർഡർ, ക്ലാസ്, ഫൈലം ഓർ ഡിവിഷൻ ആൻഡ് കിങ്ഡം, അങ്ങനെയാണ് അതിൻ്റെ ഒരു ഓർഡർ വരുന്നത്. അല്ലെങ്കിൽ കിങ്ഡം, ഫൈലം, ക്ലാസ്, ഓർഡർ, ഫാമിലി, ജീനസ്, സ്പീഷ്യസ് ഇങ്ങനെ പഠിച്ചാലും മതി. അപ്പോൾ ഈ ഒരു വർഗീകരണ സ്ഥാനശ്രേണി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓരോന്നിൻ്റെ ഇടയിൽ ഏത് വരും എന്നുള്ള രീതിയിൽ ക്വസ്റ്റ്യൻ ഉണ്ടാവും. പൊതുഗുണങ്ങൾ എങ്ങനെയാണ് കൂടി വരിക, കുറഞ്ഞു വരിക? ഇപ്പോൾ ഇങ്ങനെയും ക്വസ്റ്റ്യൻ വരാം. അതായത് ജീനസിനാണോ ഫാമിലിക്കാണോ അല്ലെങ്കിൽ കുടുംബങ്ങൾക്കാണോ പൊതുഗുണങ്ങൾ കൂടിയിരിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജീനസിനായിരിക്കും പൊതുഗുണങ്ങൾ കൂടിയിരിക്കുക, കുടുംബത്തിന് എങ്ങനെയായിരിക്കും പൊതുഗുണങ്ങൾ കുറവായിരിക്കും. അപ്പം ഇങ്ങനെയും ക്വസ്റ്റ്യൻസ് വരാം, സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസ് വരാം, എങ്ങനെ വേണമെങ്കിലും നമുക്ക് ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഓർഡർ കൃത്യമായിട്ട് പഠിക്കുക. പിന്നെ ഹൈറാർക്കിക്കൽ ഓർഡറിൽ അനുസരിച്ച് നമ്മൾ ഈ നേരത്തെ പറഞ്ഞ പോലെ കിങ്ഡത്തിൽ നിന്ന് താഴോട്ട് വരും തോറും പൊതുഗുണങ്ങൾ അല്ലെങ്കിൽ സിമിലാരിറ്റീസ്, സാദൃശ്യങ്ങൾ കൂടി വരികയാണ് ചെയ്യുന്നത്. ദെൻ സ്പീഷീസിൽ നിന്ന് കിങ്ഡത്തിലോട്ട് പോകുമ്പോൾ നേരെ തിരിച്ച് പൊതുഗുണങ്ങൾ കുറഞ്ഞാണ് വരുന്നത്, സാദൃശ്യങ്ങൾ കുറഞ്ഞാണ് വരുന്നത്. ഇത് ഓർത്ത് വയ്ക്കുക കേട്ടോ. ഇനി ആദ്യം നമ്മൾ പറയാൻ പോകുന്നത് കിങ്ഡത്തിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ നമുക്കറിയാം RH വിറ്റാക്കറിൻ്റെ ക്ലാസിഫിക്കേഷൻ അനുസരിച്ച് ജീവികളെ 5 കിങ്ഡങ്ങളായിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. 5 കിങ്ഡങ്ങളായിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഏതൊക്കെയാണ്? ഫസ്റ്റ് കിങ്ഡം എന്ന് പറയുന്നത് മൊണീരയാണ്. ബാക്ടീരിയാസ് വരുന്ന പ്രോകാരിയോട്ടിക് യൂണിസെല്ലുലാർ ഓർഗാനിസംസ് വരുന്ന പ്രോകാരിയോട്ടിക് ഏകകോശ ജീവികൾ വരുന്ന കിങ്ഡം. ഓക്കെ, പ്രോകാരിയോട്ടിക് ഏകകോശ ജീവികൾ വരുന്ന കിങ്ഡം. രണ്ടാമത് മൊണീര കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രൊട്ടിസ്റ്റയാണ്. പ്രോട്ടോസോവൻസുകൾ വരുന്നതാണ്. അതെങ്ങനെയാണ്? യൂക്കാരിയോട്ടിക് ഏകകോശ ജീവികൾ വരുന്നതാണ്. യൂക്കാരിയോട്ടിക് യൂണിസെല്ലുലാർ ഓർഗാനിസംസ് വരുന്നതാണ് പ്രൊട്ടിസ്റ്റ എന്ന് പറയുന്നത്. മൂന്നാമത്തെ ഗ്രൂപ്പുകൾ ഏതാണ്? ഫംഗയാണ്. ഫംഗൈ എന്ന് പറയുന്നത് ഏതാണ്? യൂക്കാരിയോട്ടിക് മൾട്ടി സെല്ലുലാർ യൂക്കാരിയോട്ടിക് ബഹുകോശ ജീവികൾ വരുന്നതാണ് ഫംഗൈ എന്ന് പറയുന്നത്. അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ പ്ലാന്റേ വരുന്നത്. പ്ലാന്റേ എന്താണ്? യൂക്കാരിയോട്ടിക് മൾട്ടി സെല്ലുലാർ ഓർഗാനിസം ആണ് പ്ലാന്റ് എന്ന് പറയുന്നത്. യൂക്കാരിയോട്ടിക് മൾട്ടി സെല്ലുലാർ ഓർഗാനിസം. അടുത്തത് ഏതാണ്? അനിമാലിയ എന്ന് പറയുന്നത് ഏതാണ്? യൂക്കാരിയോട്ടിക് മൾട്ടി സെല്ലുലാർ അല്ലെങ്കിൽ ബഹുകോശ ജീവികൾ വരുന്നു. യൂക്കാരിയോട്ടിക് മൾട്ടി സെല്ലുലാർ അല്ലെങ്കിൽ ബഹുകോശ ജീവികൾ വരുന്നു. സോ 5 കിങ്ഡം ആയിട്ടാണ് RH വിറ്റാക്കർ ക്ലാസിഫൈ ചെയ്തത്. മൊണീര, പ്രൊട്ടിസ്റ്റ, ഫംഗൈ, പ്ലാന്റ് ആൻഡ് അനിമാലിയ. ഇവിടെ നമ്മൾ പറയുന്നത് 2 കിങ്ഡത്തിനെ കുറിച്ചിട്ടാണ്. പ്രധാനമായിട്ടും ജന്തുക്കളെ വർഗീകരിച്ചിരിക്കുന്ന അനിമാലിയ, അതേപോലെ തന്നെ സസ്യങ്ങളെ വർഗീകരിച്ചിരിക്കുന്ന പ്ലാന്റ്. അപ്പം വിവിധ ഫൈലം. ഇനി അനിമാലിയ എന്ന് പറയുന്ന കിങ്ഡത്തിലെ കുറേ ഫൈലങ്ങൾ ചേർത്തിട്ടാണ്. അപ്പം നിങ്ങളൊരു കാര്യം ആലോചിക്കണം. ഇവിടെ നമ്മൾ കിങ്ഡം കഴിഞ്ഞ് ഫൈലം, ഡിവിഷൻ എന്ന് പറഞ്ഞ് 2ആയിട്ട് തിരിച്ചിട്ടുണ്ട്. ഡിവിഷൻ എന്ന് പറയുന്നത് പ്ലാന്റ്സിനെ ഉദ്ദേശിച്ചിട്ടാണ്, സസ്യങ്ങളെ ഉദ്ദേശിച്ചിട്ടാണ് ഡിവിഷൻ എന്ന് പറയുന്നതും. ഫൈലം എന്ന് പറയുന്നത് ജന്തുക്കളെ, എനിമൽസിനെ ഉദ്ദേശിച്ചിട്ടാണ് ഫൈലം എന്ന് പറയുന്നത്. ഇത് നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. അപ്പം ഇവിടെ നോക്കിക്കേ, എന്താണ് ഒരു കിങ്ഡം എന്ന് പറയുന്നത്? എല്ലാ ജന്തുക്കളെയും വർഗീകരണ സംവിധാനത്തിൽ കിങ്ഡം അനിമാലിയ എന്നറിയപ്പെടുന്ന ഏറ്റവും വിഭാഗത്തിൽ വലിയ ഉയർന്ന വിഭാഗത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. അതായത് വിവിധ ഫൈലങ്ങൾ ചേർന്നിട്ടാണ് എന്തുണ്ടായിരിക്കുന്നത്? കിങ്ഡം അനിമാലിയ അഥവാ ജന്തുക്കൾ ഉണ്ടായിരിക്കുന്നത്. സസ്യങ്ങളിൽ വ്യത്യസ്ത ഡിവിഷനുകളിൽ നിന്നുള്ള എല്ലാ സസ്യങ്ങളെയും കിങ്ഡം പ്ലാന്റയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നു. അതുകൊണ്ട് തന്നെ പ്രധാനമായിട്ടും യൂക്കാരിയോട്ടിക് മൾട്ടി സെല്ലുലാർ ഓർഗാനിസത്തിലെ ഉയർന്ന വിഭാഗങ്ങളെ 2ആയിട്ട് തരംതിരിക്കാം. ഒന്ന് പ്ലാന്റ് ആൻഡ് അനിമാലിയ, ജന്തുലോകം ആൻഡ് സസ്യലോകം. ഇതിനകത്ത്
കിങ്ഡം പ്ലാന്റ് ആൻഡ് അനിമൽ ഓർത്ത് വയ്ക്കുക. ഇനി അടുത്തതാണ് കിങ്ഡം കഴിഞ്ഞു കഴിഞ്ഞാൽ നെക്സ്റ്റ് വരുന്നതാണ് ഫൈലം അല്ലെങ്കിൽ ഡിവിഷൻ എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞു ഫൈലം എന്ന് പറയുന്നത് എനിമൽസിന് വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ ജന്തുക്കൾക്ക് വേണ്ടിയിട്ടാണ് ഫൈലം വരുന്നത്. ഡിവിഷൻ എന്ന് പറയുന്നത് പ്ലാന്റ്സിന് വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ സസ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഫൈലം മത്സ്യങ്ങൾ, ഉഭയജീവികൾ, ഇഴജന്തുക്കൾ, സസ്തിനികൾ, പക്ഷികൾ മുതലായ മൃഗങ്ങളെ ഉൾപ്പെടുന്ന ക്ലാസുകൾ ചേർന്നിട്ടുള്ള ഉയർന്ന വിഭാഗമാണ് ഫൈലം എന്ന് പറയുന്നത്. അപ്പോൾ ഫൈലം എന്ന് പറയുന്നത് എങ്ങനെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്? വിവിധ തരത്തിലുള്ള ക്ലാസുകൾ ചേർത്തിട്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ് ഫൈലം. അപ്പോൾ എക്സാമ്പിൾ കോഡേറ്റയിലെ കശേരുക്കൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ഫൈലമാണ് കൊഡേറ്റ. കൊഡേറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോട്ടോകോഡ് പ്രസന്റ് ആയിട്ടുള്ള ഒരു ഫൈലമാണ് കോഡേറ്റ. നമ്മൾ നോൺ കോഡേറ്റ ആൻഡ് കോഡേറ്റ, നോൺ കോഡേറ്റയിൽ നമ്മൾ 9 ഫൈലങ്ങൾ ജന്തുക്കളിൽ പഠിക്കുന്നുണ്ട് അല്ലേ. പൊരിഫ്ര തൊട്ട് ഹെമികോഡേറ്റ വരെയുള്ള ഫൈലങ്ങളെ നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ ഈ പറയുന്ന പോലെ ഫൈലങ്ങൾ എന്ന് പറയുന്നത് ക്ലാസുകൾ ചേർന്നിട്ടാണ് ഫൈലങ്ങൾ ഉണ്ടായിരിക്കുന്നത്. ഇനി സസ്യങ്ങളുടെ കാര്യത്തിൽ സമാന സ്വഭാവമുള്ള ക്ലാസുകളെ ചേർത്തിട്ടാണ് ഡിവിഷൻ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ക്ലാസുകൾ ചേർന്നിട്ടാണ് ഡിവിഷൻ ഉണ്ടാക്കിയിരിക്കുന്നത്. ഡിവിഷൻ കുറച്ചും കൂടി ഉയർന്ന ഭാഗമാണ്. ദെൻ ക്ലാസ് എന്ന് പറയുന്നത് ഒരു വിഭാഗത്തിൽപ്പെട്ട പരസ്പര ബന്ധമുള്ള ഓർഡറുകൾ ചേർത്തിട്ടാണ് ക്ലാസുകൾ ഉണ്ടാക്കിയിരിക്കുന്നത്. നമ്മൾ ആദ്യം ജന്തുക്കളുടെ കാര്യം പറയുകയാണെങ്കിൽ കുരങ്ങ്, ഗൊറില്ല, ഗിബൺ എന്നിവ ഉൾപ്പെടുന്ന പ്രൈമേറ്റ എന്ന ഓർഡറും കടുവ, പൂച്ച, നായ ഉൾപ്പെടുന്ന കാർണിവോറ എന്ന ഓർഡറും മമേലിയ എന്ന് പറയുന്ന സസ്തിനികൾ ഉൾപ്പെടുന്ന ക്ലാസ്സിലാണ് വന്നിരിക്കുന്നത്. അപ്പം നമ്മൾ പറഞ്ഞു മമേലിയ എന്ന് പറയുന്ന ക്ലാസ് ആണ്. ഈ മമേലിയ എന്ന് പറയുന്നതിൽ വരുന്ന 2 ഓർഡറാണ്. ഒന്ന് പ്രൈമേറ്റ എന്ന് പറയുന്നത് മനുഷ്യർ ഉൾപ്പെടുന്ന, കൊറില്ല, ഗിബൺ മനുഷ്യർ ഉൾപ്പെടുന്ന ഓർഡറാണ് പ്രൈമേറ്റ്സ് എന്ന് പറയുന്നത്. പിന്നെ വരുന്നത് കാർണിവോർസ് എന്ന് പറയുന്ന എന്താ പറയുക, ജന്തുക്കളെ ഭക്ഷണമാക്കുന്ന ജന്തുബുക്കുകൾ വരുന്ന ഒരു ഓർഡറാണ് കാർണിവോറ. ഇവരെ 2 പേരെയും സസ്തിനികൾ എന്ന് പറയുന്ന ക്ലാസ്സിലാണ്, മമേലിയ എന്ന് പറയുന്ന സസ്തനികൾ എന്ന് പറയുന്ന ക്ലാസ്സിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ക്ലാസ്സുകൾ ഉണ്ടാവുന്നത് ഓർഡറുകൾ ചേർന്നിട്ടാണ്. ഇനി ഡൈക്കോട്ടിലിഡനെ എന്ന് പറയുന്ന ക്ലാസ് ഉണ്ടായിരിക്കുന്നത് പോളിപെറ്റാലെ, ഗാമോപെറ്റാലെ, മോണോക്ലാമിഡെ എന്നിവ ചേർന്നിട്ടാണ് ക്ലാസ് ഉണ്ടായിരിക്കുന്നത്. ഓർത്തു വയ്ക്കുക കേട്ടോ. ദെൻ അടുത്തതാണ് ഓർഡർ എന്ന് പറയുന്നത്. ഒരു കൂട്ടം സ്വഭാവ സവിശേഷതകളെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഓർഡറും മറ്റു ഉയർന്ന വർഗീകരണ വിഭാഗങ്ങളും ഉണ്ടാവുന്നത്. ഓർഡർ എന്ന ഉയർന്ന വർഗീകരണ വിഭാഗം ചുരുക്കം ചില സാമാന്യ സ്വഭാവങ്ങൾ പ്രകടിപ്പിക്കുന്ന കുടുംബങ്ങളുടെ കൂട്ടായ്മയാണ്. അപ്പോൾ എങ്ങനെയാണ് ഓർഡർ ഉണ്ടാവുന്നത്? ഓർഡർ എന്ന് പറയുന്നത് ഡിഫറെൻറ്റ് ഫാമിലീസ് ചേർന്നിട്ടാണ്, അതായത് സാമാന്യ സ്വഭാവങ്ങളുള്ള ഫാമിലീസ് ചേർന്നിട്ടാണ് ഓർഡർ ഉണ്ടായിരിക്കുന്നത്. സാമാന്യ സ്വഭാവമുള്ള ഫാമിലികൾ ചേർന്നിട്ടാണ് ഉണ്ടായിരിക്കുന്നത്. ഫോർ എക്സാമ്പിൾ നമുക്കറിയാം, ഒരു കുടുംബത്തിൽ ഉൾപ്പെടുന്ന വ്യത്യസ്ത ജനറകളെ താരതമ്യം ചെയ്യുമ്പോൾ അവയ്ക്കിടയിലുള്ള സമാനതകൾ കുറവായിരിക്കും. ഓക്കെ, അപ്പോൾ ജനറകളെ പരിഗണിച്ച് നോക്കുമ്പോൾ ഓർഡറുകളിൽ സമാനത കുറവായിരിക്കും. നമ്മൾ ഓൾറെഡി പറഞ്ഞു, മുകളിൽ വരുന്നതാണ് ഓർഡർ, അതിന് താഴെ വരുന്നതാണ് ജീനസ് എന്ന് പറയുന്നത്, ഫാമിലി, ഓർഡർ, ജീനസ്. ഓക്കെ, അപ്പോൾ ജീനസ് എന്ന് പറയുന്നത് അതിന് താഴെ വരുന്നത്, അല്ലെങ്കിൽ ജനീറകൾ എന്ന് പറയുന്നത്. അപ്പം ഓർഡറുകൾക്ക് പൊതുവെ എന്തായിരിക്കും, സാദൃശ്യങ്ങൾ കമ്പാരിറ്റീവ്ലി ജീനസുകളെക്കാളും കുറവായിരിക്കും. ഇനി കൺവലൂസിയെ, സൊളാനേസിയെ തുടങ്ങിയ സൊളാനേസിയെ എന്നീ സസ്യകുടുംബങ്ങളെ പോളിമോണിയൽസ് എന്ന് പറയുന്ന ഓർഡറിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. അപ്പം ഇവിടെ നോക്കിക്കേ, ഈ ഓർഡർ എന്ന് പറയുന്നതിൽ ഫാമിലികൾ ചേർന്നിട്ടാണ് ഓർഡറുകൾ ഉണ്ടാവണേന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഓർഡറുകളിൽ വരുന്ന നമ്മളുടെ പോളിമോണിയൽസ് എന്ന് പറയുന്ന ഓർഡറിൽ വരുന്ന 2 ഫാമിലിയാണ്. ഒന്ന് സൊളാനേസിയെ, രണ്ടാമത്തത് കൺവലൂസിയെ. ഓക്കെ, അപ്പോൾ കൺവലൂസിയെ അതുപോലെ തന്നെ സൊളാനേസിയെ, അങ്ങനെ 2 ഫാമിലികളെ ഉൾപ്പെടുത്തിയിട്ടാണ് എന്തുണ്ടാക്കിയിരിക്കുന്നത്,
പോളിമോണൈൽസ് എന്ന് പറയുന്ന ഓർഡർ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പം ഓർഡറുകളെ പ്രധാനമായിട്ട് എങ്ങനെയാണ് രൂപീകരിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സസ്യങ്ങളിൽ അവരുടെ പുഷ്പ സ്വഭാവങ്ങളെ അഥവാ ഫ്ലോറൽ ക്യാരക്ടേഴ്സിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ഓർഡറുകളെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ദെൻ ഇനി മൃഗങ്ങളുടെ കാര്യം ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ കാർണിവോറ എന്ന ഓർഡറിൽ ഫെലിഡേ, കാനിഡേ. ഫെലിഡേ എന്ന് പറയുന്നത് എന്താണ്? പൂച്ചകൾ ഉൾപ്പെടുന്ന ഫാമിലിയാണ്, പൂച്ചകൾ ഉൾപ്പെടുന്നതാണ്. ദെൻ കാനിഡേ എന്ന് പറയുന്നതും 2 ഓർഡറുകളെ ചേർത്തിട്ടാണ് കാർണിവോറ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇനി അടുത്തതാണ് നമ്മൾ ഫാമിലി എന്ന് പറയുന്നത് സ്പീഷ്യസിനോടും ജീനസിനോടും താരതമ്യം ചെയ്യുമ്പോൾ വളരെ കുറച്ചു മാത്രം സമാനതകളുള്ള പരസ്പര ബന്ധത്തോടു കൂടിയ ജനീറകളാണ് ഉൾപ്പെടുന്നതാണ് കുടുംബം എന്ന് പറയുന്നത്. അപ്പോൾ ഇത് കായിക സ്വഭാവ സവിശേഷതകളെയും പ്രത്യുൽപാദന സവിശേഷതകളെയും ഉൾപ്പെടുത്തിയിട്ടാണ് കുടുംബങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത്. ഉദാഹരണമായി സസ്യങ്ങളിൽ 3 വ്യത്യസ്ത ജനീറകൾ ലൈക്ക് സൊളാനം, പെറ്റൂണിയ, ഡെറ്റൂറിയ ഇതെല്ലാം കൂടി ചേർത്തിട്ട് ഉണ്ടാക്കിയിരിക്കുന്നതാണ് സൊളാനേസിയ. നമുക്കറിയാം സൊളാനേസിയ എന്ന് പറയുന്നത് ഉരുളക്കിഴങ്ങിൻ്റെ ഫാമിലിയാണ്. അപ്പോൾ ഈ ഉരുളക്കിഴങ്ങിൻ്റെ ഫാമിലിനെ ഉണ്ടാക്കിയിരിക്കുന്നത് ഏതാണ്? സൊളാനം, പെറ്റൂണിയ, ഡെറ്റൂറ എന്ന് തുടങ്ങിയിട്ടുള്ള ജീനസുകൾ ഉൾപ്പെടുത്തി അല്ലെങ്കിൽ ജനീറകൾ ഉൾപ്പെടുത്തിയിട്ടാണ് സൊളാനേസിയ ഫാമിലി ഉണ്ടാക്കിയത്. അതേപോലെ തന്നെയാണ് സിംഹം, കടുവ, പുള്ളിപ്പുലി എന്നിവ വരുന്ന പാന്തറ എന്ന് പറയുന്ന ജീനസും പൂച്ച ഉൾക്കൊള്ളുന്ന ഫെലിഡേ എന്ന് പറയുന്ന ജീനസും കൂടെ ചേർത്തിട്ടാണ് നമ്മൾ ഏത് ഫാമിലി ഉണ്ടാക്കിയിരിക്കുന്നത്? ഫെലിസ് എന്ന് പറയുന്ന ജീനസും കൂടെ ചേർത്തിട്ടാണ് ഫെലിഡേ എന്ന് പറയുന്ന ഫാമിലി ഉണ്ടാക്കിയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ പാന്ത്ര എന്ന് പറയുന്ന ജീനസും ഫെലിസ് എന്ന് പറയുന്ന ജീനസും 2ഉം കൂടെ ചേർത്തിട്ടാണ് ഫെലിഡേ എന്ന് പറയുന്ന ഫാമിലി ഉണ്ടാക്കിയിരിക്കുന്നത്. ഫെലിഡേ എന്ന് പറയുന്ന ഫാമിലി ഉണ്ടാക്കിയിരിക്കുന്നത്. ഇനി അടുത്തതാണ് ജീനസ് എന്ന് പറയുന്നത്. ജീനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? പരസ്പര ബന്ധമുള്ള പരസ്പര ബന്ധമുള്ള സ്പീഷ്യസുകളുടെ കൂട്ടമാണ് ജീനസ് എന്ന് പറയുന്നത്. അപ്പോൾ ജനീറകളിലെ സ്പീഷ്യസുകളുമായി താരതമ്യം ചെയ്യുമ്പോൾ പൊതു സ്വഭാവങ്ങൾ ഏതാണ്? സ്പീഷ്യസുകളാണ് കൂടുതലായിട്ട് കാണിക്കുന്നത്. അപ്പം അടുത്ത ബന്ധമുള്ള സ്പീഷ്യസുകളുടെ കൂട്ടത്തിനെയാണ് ജനീറ എന്ന് പറയുന്നത്. ഉദാഹരണമായി ഉരുളക്കിഴങ്ങ്, വഴുതനവ ഇത് 2ഉം സൊളാനേസിയ ഫാമിലിയിൽ വരുന്ന സൊളാനം എന്ന് പറയുന്ന ജീനസിലാണ് വരുന്നത്. ഇത് 2ഉം ഡിഫറെൻറ്റ് സ്പീഷ്യസ് ആണ് അല്ലേ? അപ്പോൾ ഉരുളക്കിഴങ്ങ്, വഴുതനങ്ങ സൊളാനം എന്ന് പറയുന്ന ജീനസിലാണ് വരുന്നത്. പാന്തറ എന്ന് പറയുന്ന ജീനസിൽ വരുന്നതാണ് പാന്ത്രലിയോ അല്ലെ? പാന്ത്രലിയോ എന്ന് പറയുന്ന സിംഹം, പാന്ത്ര പാഡസ് എന്ന് പറയുന്ന പുള്ളിപ്പുലി, പാന്ത്ര ടൈഗ്രീസ് എന്ന് പറയുന്ന കടുവ ഇവയെല്ലാം പൊതുവായ സ്വഭാവങ്ങളുള്ളവയാണ്. അപ്പം ഈ പൊതുവായ സ്വഭാവങ്ങളുള്ള സ്പീഷ്യസുകളെ ഒരുമിച്ചൊരു ജീനസിലോട്ട് ആക്കി വെച്ചിരിക്കുന്നു. അപ്പം നമ്മളിവിടെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ +2 ടെക്സ്റ്റ് ബുക്കിലുള്ള ഉദാഹരണങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി നമുക്ക് പ്ലാൻ ഫാമിലീസ് വളരെയധികം ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിക്കാനുണ്ട്. അപ്പോൾ നമ്മൾ ക്ലാസിഫിക്കേഷൻ്റെ ബേസ് എന്ന രീതിയിലാണ് നമ്മൾ ഹൈറാർക്കി ഓഫ് ക്ലാസിഫിക്കേഷൻ പഠിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ +2 പോർഷൻസ് ആണ് കൂടുതൽ ക്വസ്റ്റ്യൻസ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഈ ഉദാഹരണങ്ങളെങ്കിലും മിനിമം നമ്മൾ പഠിച്ചിട്ടുണ്ടായിരിക്കണം. അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ഓക്കെ, ദെൻ പാന്തറ എന്ന് പറയുന്ന ജീനസ് പൂച്ചകളെ ഉൾക്കൊള്ളുന്ന ഫെലിസ് എന്ന ജീനസിൽ നിന്നും വളരെ വ്യത്യാസം ഉൾക്കൊള്ളുന്നുണ്ട്. നമുക്കറിയാം പാന്തറ എന്ന് പറയുന്ന ജീനസിലാണ് പുള്ളിപ്പുലി, കടുവ, സിംഹം ഒക്കെ വരുന്നത്. അവർ തമ്മിൽ നോക്കുകയാണെങ്കിൽ പൂച്ച എന്ന് പറയുന്ന ഫെലിസ് ഡൊമസ്റ്റിക്കസ് ആണ്. അവരുടെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം 2ഉം തമ്മിലുള്ള ശാരീരിക വ്യത്യാസങ്ങൾ, സ്വഭാവ വ്യത്യാസങ്ങൾ. പൂച്ച കുറച്ചും കൂടി ഈസി ആയിട്ട് ഇണങ്ങുന്നവയും വലിപ്പം കുറഞ്ഞതുമാണ് അല്ലേ? അപ്പോൾ ഇവരുടെ പക്ഷി ഉൾപ്പെടുത്തിയിരിക്കുന്നത് സെയിം ഫാമിലിയിലാണ്. അപ്പോൾ ഈ പറയുന്ന പോലെ ജീനസുകളിൽ നിന്നും ഫാമിലിയിലോട്ട് വരുന്ന പൊതു സ്വഭാവങ്ങൾ കുറഞ്ഞിരിക്കും. പക്ഷെ ജീനസിൽ നിന്ന് സ്പീഷ്യസിലോട്ട് വരുമ്പോൾ പൊതു സ്വഭാവങ്ങൾ കൂടിയാണ് ഇരിക്കാം. ഓക്കെ, ഇനി എന്താണ് ഒരു സ്പീഷ്യസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പീഷ്യസിൻ്റെ ഡെഫിനിഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു സ്പീഷ്യസ് എന്ന് പറയുന്നത് എ ഗ്രൂപ്പ് ഓഫ് ഓർഗാനിസംസ് മോർഫോളജിക്കലി സിമിലർ potentially interbreed and produce fertile offspring. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് ഒരു സ്പീഷ്യസിൻ്റെ ഡെഫിനിഷൻ എന്ന് പറയുന്നത്. അതായത്
പൊതു സാമാന്യ സവിശേഷതകളുള്ളത് അല്ലെങ്കിൽ ശാരീരിക രൂപത്തിൽ സിമിലാരിറ്റി ഉള്ളതും ഇവരെ പരസ്പരം ഇന്റർബ്രീഡ് ചെയ്യാനും അവരെ പരസ്പരം മേറ്റ് ചെയ്യാനും ലൈംഗിക പ്രത്യുൽപാദന രീതിയിലൂടെ അവരുടെ കുഞ്ഞുങ്ങളെ ഉൽപ്പാദിപ്പിക്കാനും അതുപോലെ തന്നെ അവർക്ക് എന്തിനുള്ള കഴിവുണ്ടാവണം, കുഞ്ഞുങ്ങൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഓസ്പ്രിങ് എന്ന് പറയുന്നത് ഫർട്ടൈൽ ആയിരിക്കണം, അവർക്കും പുതിയ കുഞ്ഞുങ്ങളെ ഉൽപ്പാദിപ്പിക്കാൻ പറ്റുന്നതുമായിരിക്കണം ഒരു സ്പീഷ്യസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഒരു സ്പീഷ്യസിന്റെ ഡെഫിനിഷൻ എന്ന് പറയുന്നത് മോർഫോളജിക്കലി സിമിലർ, പൊട്ടൻഷ്യലി ഇന്റർബ്രീഡ് ആൻഡ് പ്രൊഡ്യൂസ് ഫർട്ടൈൽ, ശാരീരികമായി ഒരുപോലെ ഇരിക്കുന്നവരും അതുപോലെ തന്നെ ഇന്റർബ്രീഡ് ചെയ്യാൻ കഴിവുള്ളവരും അതേപോലെ അവരിൽ നിന്നും പ്രൊഡ്യൂസ് ചെയ്യുന്ന കുഞ്ഞുങ്ങൾക്ക് പ്രത്യുൽപാദന ശേഷി ഉണ്ടായിരിക്കണം. ഇതാണ് ഒരു സ്പീഷ്യസിന്റെ ശരിയായ ഒരു ഡെഫിനിഷൻ. അപ്പോൾ സ്പീഷ്യസിന് നമ്മൾക്ക് ഉദാഹരണമായിട്ട് നമുക്ക് പറയാം മനുഷ്യനെ ഒരു സ്പീഷ്യസ് ആണ്. പക്ഷെ നമ്മൾ മ്യൂൾ എന്ന് പറയുന്നത് ഡോങ്കിനെയും കഴുതേനെയും കുതിരേനെയും തമ്മിൽ ഇന്റർബ്രീഡ് ഉണ്ടായിരിക്കുന്നു. പക്ഷെ മൂളിന് ഇല്ല, പ്രത്യുൽപാദന ശേഷിയില്ല. മ്യൂൾ അഥവാ കോവർ കഴുതയ്ക്ക് പ്രത്യുൽപാദന ശേഷിയില്ല. അതുകൊണ്ട് ഇതിനെ നമ്മളൊരു സ്പീഷ്യസ് ആയിട്ട് കണക്കാക്കുന്നില്ല. അതുപോലെ തന്നെയാണ് ലൈഗർ എന്ന് പറയുന്നത്. ലയണേയും ടൈഗറിനെയും സിംഹത്തിനെയും അതുപോലെ കടുവേനെയും തമ്മിൽ ക്രോസ് ചെയ്തിട്ടുണ്ടാക്കിയതാണ് ലൈഗർ എന്ന് പറയുന്നത്. ലൈഗറിനും എന്തില്ല, പ്രത്യുൽപാദന ശേഷിയില്ല. അതുകൊണ്ട് ഇവരെ നമ്മൾ ഒരു സ്പീഷ്യസ് ആയിട്ട് കണക്കാക്കുന്നില്ല. അപ്പൊ സ്പീഷ്യസ് എന്ന് പറയുന്നത് ഇന്റർബ്രീഡ് ചെയ്യാൻ കഴിയുന്നതും ഒരേപോലെ ശാരീരിക സവിശേഷത ഉള്ളവരും പിന്നെ അവരിൽ നിന്നും പ്രത്യുൽപാദനം ഉണ്ടാവുന്ന കുഞ്ഞുങ്ങൾക്ക് പ്രത്യുൽപാദന ശേഷിയുള്ളതായിരിക്കണം. ദെൻ വ്യക്തമായ ബാഹ്യരൂപങ്ങളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് സ്പീഷ്യസിനെ അടുത്ത ബന്ധമുള്ള മറ്റ് സ്പീഷ്യസിൽ നിന്നും നമുക്ക് വ്യക്തമായി തിരിച്ചറിയാൻ പറ്റും. തീർച്ചയായും തിരിച്ചറിയാൻ പറ്റില്ല. ഒരു സിംഹത്തിനെയും കടുവനെയും നമുക്ക് വ്യത്യസ്തമായിട്ട് തിരിച്ചറിയാം. കാരണം അത് രണ്ടും ഒരേ ജീനസിൽ വരുന്നതാണെങ്കിലും നമുക്ക് അവരെ വ്യക്തമായിട്ട് തിരിച്ചറിയാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ഉദാഹരണമായി മാഞ്ചിഫ്ര ഇൻഡിക്ക, സൊളാനം ട്യൂബറോസം, പാൻത്ര ലിയ എന്ന് പരിഗണിക്കാം. ഇൻഡിക്ക, ട്യൂബറോസം, ലിയ എന്നീ സ്പീഷ്യസിന്റെ പേരിനെ പ്രാധാന്യം ചെയ്യുന്നു. ഇവയിലെ ആദ്യ വാക്കുകളായ മാഞ്ചിഫ്ര, സൊളാനം, പാൻത്ര എന്നിവ ജീനസിനെ ഉദാഹരണമായിട്ട്. അപ്പം നമുക്ക് ഒരു സയന്റിഫിക് നെയിമിൽ എങ്ങനെയാണ് ഒരു ജീനസ് നെയിമും ഒരു സ്പീഷ്യസ് നെയിം നേടും. അപ്പോൾ സ്പീഷ്യസ് നെയിം രണ്ടാമതാണ് വരുന്നത്. അതായത് അവയുടെ ഉയർന്ന തലത്തിലുള്ള ടാക്സൺ അല്ലെങ്കിൽ വിഭാഗത്തെ പ്രതിനിധീകരിക്കുന്നതാണ് ജീനസ് എന്ന് പറയുന്നത്. മനുഷ്യരുടെ ശാസ്ത്രീയ നാമമാണ് ഹോമോ സാപ്പിയൻസ് എന്ന് പറയുന്നത്. അപ്പൊ മനുഷ്യരുടെ ശാസ്ത്രീയ നാമം ഹോമോ സാപ്പിയൻസ് ആവുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ, ഹോമോ എന്ന് പറയുന്നത് ജീനസിനെ സൂചിപ്പിക്കുന്നു. ദെൻ എന്താണ് സാപ്പിയൻസ് എന്ന് പറയുന്നത് സ്പീഷ്യസിനെ സൂചിപ്പിക്കുന്നു, അല്ലെ? സ്പീഷ്യസിനെ സൂചിപ്പിക്കുന്നു. സാപ്പിയൻസ് എന്ന് പറയുമ്പോൾ സ്പീഷ്യസിനെ സൂചിപ്പിക്കുന്നു. അപ്പം ഹോമോ സാപ്പിയൻസ് എന്ന് പറയുന്നതിൽ ഹോമോ എന്ന് പറയുന്നത് ജീനസിനെയും സാപ്പിയൻസ് എന്ന് പറയുന്നത് സ്പീഷ്യസിനെയും സൂചിപ്പിക്കുന്നു. അപ്പം നമ്മൾ പറഞ്ഞു സ്പീഷ്യസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരേ രൂപസാദൃശ്യമുള്ളതും ഇന്റർബ്രീഡ് ചെയ്യാൻ പറ്റാവുന്നതും അവരിൽ നിന്നുണ്ടാവുന്ന കുഞ്ഞുങ്ങൾക്ക് പ്രത്യുൽപാദന ശേഷിയുള്ളതുമായിരിക്കണം, അല്ലെ? അപ്പം നമ്മൾ ഇത്ര നേരം പറഞ്ഞത് എന്തായിരുന്നു, നമ്മുടെ വർഗീകരണ സ്ഥാന ശ്രേണിയെ കുറിച്ചിട്ടായിരുന്നു. അപ്പോൾ വർഗീകരണ സ്ഥാന ശ്രേണിയിൽ എങ്ങനെയാണ് വരുന്നത്, ഓർഡർ എങ്ങനെയാണ് വരുന്നത്, അതായത് വർഗീകരണ സ്ഥാന ശ്രേണി ഒരു ഹൈറാർക്കിയൽ ഓർഡർ ആണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. കിങ്ഡം തൊട്ട് സ്പീഷ്യസ് വരെയുള്ള ഒരു ഓർഡറിൽ, അല്ലെങ്കിൽ സ്പീഷ്യസ് തൊട്ട് കിങ്ഡം വരെയുള്ള ഒരു ഓർഡറിൽ. ദെൻ കിങ്ഡം തൊട്ട് സ്പീഷ്യസ് വരെ എത്തുമ്പോഴേക്കും എങ്ങനെയാണ് സാമാന്യ സ്വഭാവങ്ങൾ കൂടി വരും. സാമാന്യ സ്വഭാവങ്ങൾ എങ്ങനെയാണ്, സാമാന്യ സ്വഭാവങ്ങൾ കൂടി വരികയാണ് ചെയ്യുന്നത്, അല്ലേ? ദെൻ സാമാന്യ സ്വഭാവങ്ങൾ കൂടി വരുന്നു. ദെൻ സ്പീഷ്യസ് ഇന്ന് കിങ്ഡത്തിലോട്ട് പോകുമ്പോൾ സാമാന്യ സ്വഭാവങ്ങൾ എങ്ങനെയാണ്, സാമാന്യ സ്വഭാവങ്ങൾ കുറഞ്ഞു വരും, അല്ലേ? കുറഞ്ഞു വരും. അപ്പോൾ ഇത് നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. ഇതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് വരാൻ സാധ്യതയുള്ളത്. ഓക്കെ, ഇനി നമ്മൾ പറഞ്ഞു ഇത് കൂടുതലായിട്ടും +2 ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസുകളായിരിക്കും നമുക്ക് ഈ ഒരു പോർഷനിൽ നിന്ന് ഉണ്ടാവുക. കാരണം ഇതൊരു ബേസ് ആയതുകൊണ്ട്. അപ്പോൾ കഴിഞ്ഞ വർഷത്തെ പേപ്പറുകളിലും നമ്മൾ +2 ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസുകളാണ് കണ്ടിരിക്കുന്നത്. അപ്പം ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം നമ്മൾ ഈ ഒരു വർഗീകരണ ചാർട്ട് എന്ന് പറയുന്നത് നമ്മുടെ +2ൻ്റെ ചാർട്ടാണ്. അപ്പോൾ
അപ്പോൾ ഇതെങ്കിലും നിങ്ങൾ മിനിമം പഠിച്ചു വെക്കണം. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം മനുഷ്യൻ എന്ന് പറയുന്ന ജീവിനെ എങ്ങനെയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. മനുഷ്യൻ എന്ന് പറയുന്നത് നമ്മളെ അല്ലേ. അപ്പോൾ ഇവിടെ ശാസ്ത്രീയ നാമം ഹോമോ സാപ്പിയൻസ് ആണ്. അതിനകത്ത് നമുക്കറിയാം ഹോമോ എന്ന് പറയുന്നത് ജീനസ് നെയിമും സാപ്പിയൻസ് എന്ന് പറയുന്നത് സ്പീഷ്യസ് നെയിമുമാണ്. ദെൻ ഇതിൻ്റെ ഫാമിലി വരുന്നത് ഹോമിനിഡേ ആണ്. ഇതിൻ്റെ ഓർഡർ വരുന്നത് പ്രൈമേറ്റ്, ക്ലാസ് മമേലിയ, ഫൈലം കോഡേറ്റ. ഓക്കെ, അപ്പം നമ്മൾ പറഞ്ഞു എനിമൽസിൽ എപ്പോഴും നമ്മൾ ഫൈലമാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഫൈലം കോഡേറ്റയാണ് ഇവിടെ വരുന്നത്. ഇതിൻ്റെ ക്ലാസ് വന്നിട്ട് ഏതാണ്? മമേലിയാണ് വരുന്നത്. ദെൻ ഓർഡർ പ്രൈമേറ്റ. ഓക്കെ, ഫാമിലി ഹോമിനിഡേ. ദെൻ അടുത്തത് ഈച്ചയാണ്. മസ്ക ഡൊമസ്റ്റിക്ക ജീനസ് നെയിം വരുന്നത് മസ്ക ആണ്. ഡൊമസ്റ്റിക്ക സ്പീഷ്യസ് നെയിമാണ്. ദെൻ ഫാമിലി മ്യൂസിഡേ ആണ്. ഓർഡർ വന്നിട്ട് ഡിപ്റ്റിറെ. ദെൻ അതിൻ്റെ ക്ലാസ് ഇൻസെക്റ്റ. ഫൈലം വന്നിട്ട് ആർത്രോപോഡ. അപ്പോൾ ആർത്രോപോഡയിലെ ഇൻസെക്റ്റ ക്ലാസ്സിൽ വരുന്ന, ഡിപ്റ്ററ ഓർഡറിൽ വരുന്ന, മ്യൂസിഡേ ഫാമിലിയിൽ വരുന്ന ജീവിയാണ് മസ്ക ഡൊമസ്റ്റിക്ക. ഓക്കെ, ഈച്ച. ദെൻ അടുത്തത് മാവാണ്. മാവ് എന്ന് പറയുന്നത് നമുക്കറിയാം സയൻറ്റിഫിക് നെയിം മാഞ്ചിഫ്ര ഇൻഡിക്കയാണ്. മാഞ്ചിഫ്ര എന്ന് പറയുന്നത് ജീനസ് നെയിമാണ്. ഫാമിലി ഏതാണ്? അനാർക്കാഡേസിയാണ് ഫാമിലി വരുന്നത്. ഓർഡർ വന്നിട്ട് സാപ്പൻഡേൽസ്. ദെൻ ഇതിൻ്റെ ക്ലാസ് ഡൈക്കോട്ടിലിഡനെ. ഡൈക്കോട്ടിലിഡനെ ക്ലാസ്സിലാണ് ഇത് വരുന്നത്. ദെൻ ഡിവിഷൻ വന്നിട്ട് ആൻജിയോസ്പെർമൻ. അപ്പോൾ ആൻജിയോസ്പെർമുകളെ പ്രധാനമായിട്ടും 2 മേജർ ക്ലാസ്സുകളായിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഡൈക്കോട്ടിലിഡനെ, മോണോകോട്ടിലിഡനെ. ഒരു കോട്ടിലിഡനുള്ളതും മോണോകോട്ടിലിഡനെ, 2 കോട്ടിലിഡനുള്ളതും, അത് ഡൈക്കോട്ടിലിഡനെ. ദെൻ അടുത്ത എക്സാമ്പിളാണ് നമുക്കുള്ളത് ഗോതമ്പാണ്. ഗോതമ്പിൻ്റെ ശാസ്ത്രീയ നാമം അറിയാം, ട്രിറ്റിക്കം ഈസ്റ്റിവം അല്ലേ. ട്രിറ്റിക്കം ഈസ്റ്റിവം. ട്രിറ്റിക്കം ജീനസ് നെയിമാണ്. ഈസ്റ്റിവം എന്ന് പറയുന്നത് സ്പീഷ്യസ് നെയിമാണ്. ഫാമിലി പൊയേസിയെ ഫാമിലിയാണ്. പൊയേൽസ് ആണ് ഓർഡർ വരുന്നത്. ദെൻ മോണോകോട്ടിലിഡനയിലാണ് ഇത് വരുന്നത്. ക്ലാസ് മോണോകോട്ടിലിഡനെ. ഡിവിഷൻ വന്നിട്ട് ആൻജിയോസ്പെർമെ. ഡിവിഷൻ ആൻജിയോസ്പെർമെ. അപ്പം നമ്മൾക്ക് ഇവിടെ അറിയാം ആൻജിയോസ്പെർമിൽ 2 ക്ലാസ്സുകളാണ് വരുന്നത്. പ്രധാനമായിട്ടും ഡൈക്കോട്ടിലിഡനെ, മോണോകോട്ടിലിഡനെ. അപ്പോൾ ഇത് ഏതിലായിരിക്കും ഇത് വരിക? കോഡേറ്റ എന്ന് പറയുന്നത് എനിമാലിയ, കിങ്ഡം എനിമാലിയയിലായിരിക്കും വരുന്നത് അല്ലേ. കിങ്ഡം എനിമാലിയ. ആർത്രോപോഡെ അതേ കിങ്ഡം എനിമാലിയയിലാണ് വരുന്നത്. ദെൻ ഇതെന്ന് പറയുന്നത് പ്ലാൻ കിങ്ഡം അല്ലേ. കിങ്ഡം ഏതാ വരിക? പ്ലാന്റേ. കിങ്ഡം പ്ലാന്റേ. കിങ്ഡം പ്ലാന്റേ ആണ് ഇതിനകത്ത് വരുന്നത്. കിങ്ഡം പ്ലാന്റേ. അപ്പോൾ നമ്മൾ ഇന്ന് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത് എന്തിനെ കുറിച്ചിട്ടായിരുന്നു? നമ്മളുടെ ഹൈറാർക്കി ഓഫ് ക്ലാസിഫിക്കേഷനെ കുറിച്ചിട്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് വരുന്ന ഏതാനും എക്സാമ്പിൾസ് ആണ് നമ്മൾ ഇന്നിവിടെ പറഞ്ഞത്. അതിനകത്ത് തന്നെ നമ്മൾക്ക് ഏതൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ടതെന്നുള്ള കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. ദെൻ അതിൽ നമ്മൾ പറഞ്ഞു ഹൈറാർക്കി അനുസരിച്ചിട്ട് എങ്ങനെയാണ് ഇവയെ അറേഞ്ച് ചെയ്തിരിക്കണേന്നുള്ളത് നമ്മൾ ഓർക്കണം. ഹൈറാർക്കി വഴി എങ്ങനെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്? താഴോട്ട് പോകുന്തോറും മുകളിലോട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസ് എങ്ങനെ വരാം? ഓർഡറും ക്ലാസ്സും എടുത്തു കഴിഞ്ഞാൽ ഇതിലേതാണ് കൂടുതൽ സാമാന്യ സ്വഭാവങ്ങളുള്ളത്, അല്ലെങ്കിൽ കുടുംബവും ജീനസും എടുത്തു കഴിഞ്ഞാൽ ഏതാണ് കുറവ് സാമാന്യ സ്വഭാവങ്ങളുള്ളത്, ഇതിൽ ഏറ്റവും കൂടുതൽ സാമാന്യ സ്വഭാവങ്ങൾ ഏതിനായിരിക്കും? ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് ഇവിടെ നിന്ന് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. ടാക്സോണമിക് ഇൻഫർമേഷൻ റിസോഴ്സസ് എന്ന് പറയുന്ന പോർഷനാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പം ഫസ്റ്റ് വരുന്നത് റിസോഴ്സസിൽ ആദ്യം വരുന്നത് ഹെർബേറിയം ആണ്. ഹെർബേറിയം എന്ന വാക്ക് ഹെർബ് എന്നതിൽ നിന്നാണ് രൂപപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ഹെർബേറിയം എന്ന് പറയുന്ന വാക്ക് ഹെർബ് എന്നതിൽ നിന്നാണ് രൂപപ്പെട്ടിരിക്കുന്നത്. ഔഷധികൾ എന്നുള്ളതാണ് ഹെർബേറിയത്തിൻ്റെ ഒരു മീനിങ്. ഔഷധികളെ നമ്മൾ ശേഖരിച്ചു വെക്കുന്നു എന്നുള്ളൊരു ഇതിൽ നിന്നാണ് ഈ മീനിങ് വന്നിരിക്കുന്നത്. ദെൻ ഹെർബേറിയത്തിൻ്റെ ബഹുവചനം എന്ന് പറയുന്നത് ഹെർബേറിയ എന്നാണ്. ഹെർബേറിയത്തിൻ്റെ ബഹുവചനം ഹെർബേറിയ ആണ്. ദെൻ ഹെർബേറിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇത് അടിസ്ഥാനപരമായി ഉണങ്ങിയ സസ്യ മാതൃകകളുടെ ഒരു സംഘടിത ലൈബ്രറിയാണ്. അപ്പോൾ ഹെർബേറിയം എന്ന് പറയുന്നത് ഉണങ്ങിയ സസ്യ മാതൃകകളുടെ ഒരു സംഘടിത ലൈബ്രറിയാണ് ഹെർബേറിയം എന്ന് പറയുന്നത്. നമുക്ക് ചുറ്റുമുള്ള സസ്യങ്ങളെ ഉപയോഗിക്കുന്നതിനും പഠിക്കുന്നതിനും സസ്യങ്ങളെ രേഖപ്പെടുത്തുന്നതിനുമായിട്ടാണ് നമ്മൾ ഹെർബേറിയം യൂസ് ചെയ്യുന്നത്. ഇതിൻ്റെ ഒരു ഹിസ്റ്ററി പറയുകയാണെങ്കിൽ ഇറ്റലിയിലെ നവോത്ഥാന കാലഘട്ടത്തിലെ തീവ്രമായ വികസനത്തോടൊപ്പം ആദ്യത്തെ ഹെർബേറിയത്തിൻ്റെ രേഖകൾ രേഖപ്പെടുത്തിയതും ഈ കാലഘട്ടത്തിലാണ്. അപ്പോൾ ആക്ച്വലി ഹെർബേറിയം ഉണ്ടായിരിക്കുന്നത് ഇറ്റലിയുടെ ഒരു വികസന സമയത്താണ്. അവിടെയാണ് ആദ്യമായിട്ട് ഹെർബേറിയം രൂപപ്പെടുത്തിയിരിക്കുന്നത്. അപ്പം നമ്മൾക്ക് എങ്ങനെയാണ് ഹെർബേറിയത്തിനെ പരിചയം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഡിഗ്രിയിലും PG യിലൊക്കെ പഠിക്കുന്ന സമയത്ത് നമുക്ക് ഹെർബേറിയം ചെയ്യാനായിട്ടുണ്ടായിരുന്നു അല്ലേ.
ലാർജ് നമ്പേഴ്സ് ഓഫ് ഹെർബേറിയം നമുക്ക് ചെയ്യാനുണ്ടായിരുന്നു. കുറേ ചെടികളെ നമ്മൾ കണക്ട് ചെയ്തിട്ട് നമ്മൾ ഹെർബേറിയം ഉണ്ടാക്കിയിട്ടുണ്ട് അല്ലേ. അപ്പോൾ അതുപോലെയാണ് ആദ്യം ഒരു കാലഘട്ടത്തിൽ ഇറ്റലിയിൽ നിന്ന് തുടങ്ങിയ ഒരു ഇതാണ് ഹെർബേറിയം എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ്. ഇറ്റാലിയൻ ഭാഷയിൽ ഹോർട്ടസ് സിക്കസ് എന്ന് വിളിക്കപ്പെടുന്ന ആദ്യത്തെ ഹെർബേറിയം 16-ാം നൂറ്റാണ്ടിലെ ഒരു പ്രമുഖ ഇറ്റാലിയൻ വിശ്വങ്കരനും സസ്യശാസ്ത്രജ്ഞനുമായ ലൂക്കാ ഗിനി നിർമ്മിച്ചതാണ്. അപ്പോൾ ആദ്യത്തെ ഹെർബേറിയം എന്ന് പറയുന്നത് ഹോർട്ടസ് സിക്കസ് ആണ്. ഇറ്റലിയിലാണ് ആദ്യം ഉണ്ടാക്കിയിരിക്കുന്നത്. ആരാണ് അത് നിർമ്മിച്ചിരിക്കുന്നത്? ഇറ്റാലിയൻ സസ്യശാസ്ത്രജ്ഞനായ ലൂക്കാ ഗിനിയാണ്. ലോകത്തിലെ ആദ്യത്തെ 2 സസ്യോദ്യാനങ്ങൾ അദ്ദേഹം സ്ഥാപിച്ചു. ആദ്യത്തേത് 1543 പിസയിൽ സ്ഥാപിതമായതും 1545 അദ്ദേഹം പാദുവയിൽ സ്ഥാപിച്ചതുമായിട്ടുള്ള സസ്യോദ്യാനങ്ങൾ. അവിടെയാണ് അദ്ദേഹം എന്ത് ചെയ്തിരിക്കുന്നത്? ഹെർബേറിയം, അതായത് ഹോർട്ടസ് സിക്കസ് എന്ന് പറയുന്ന ഹെർബേറിയങ്ങൾ ഇവിടെയാണ് അദ്ദേഹം സ്ഥാപിച്ചത്. അപ്പോൾ ലൂക്കാ ഗിനിയാണ് സ്ഥാപിച്ചത്. എവിടേക്കാണ്? ഒന്നെന്ന് പറയുന്നത് പിസയിലും രണ്ടാമത്തത് പാദുവയിലുമാണ് അദ്ദേഹം ഇത് സ്ഥാപിച്ചത്. ഈ 2 ഹെർബേറിയങ്ങളും അവിടുത്തെ സർവകലാശാലകളുടെ ഭാഗമായിരുന്നു. വിദ്യാർത്ഥികളെ ബോട്ടണി, സസ്യശാസ്ത്രം പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് അദ്ദേഹം ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. ദെൻ ശേഖരിച്ച സസ്യമാതൃകളുടെ ഒരു സംഭരണശാല എന്നുള്ള രീതിയിലാണ് ഹെർബേറിയത്തെ ആദ്യമായിട്ട് നിർവചിച്ചിരുന്നത്. ഈ സസ്യമാതൃകകൾ ഉണക്കി അമർത്തി പിന്നീട് ഷീറ്റുകളിൽ സൂക്ഷിക്കുന്നു. ഈ ഷീറ്റുകൾ പിന്നീട് സംഭരിക്കുകയും വർഗീകരണ സമ്പ്രദായം സാർവത്രികമായി അംഗീകരിക്കുന്ന ഒരു ക്രമത്തിൽ ക്രമീകരിക്കുകയും ചെയ്യുന്നു. അപ്പം നമ്മൾ ഹെർബേറിയങ്ങൾ ഉണ്ടാക്കിയപ്പോൾ നമുക്കറിയാം നമ്മൾ എങ്ങനെയാണ് ഒരു കട്ടിയുള്ള 2 ബോർഡുകളുടെ ഇടയിൽ നമ്മൾ ന്യൂസ് പേപ്പറുകൾ വെച്ച് അതിൻ്റെ മുകളിൽ ന്യൂസ് പേപ്പർ വെച്ച് അതിൻ്റെ മുകളിൽ നമ്മൾ എന്ത് ചെയ്തു? ഈ നമ്മൾ ശേഖരിച്ച സസ്യങ്ങൾ വെച്ച് അതിനെ ഉണക്കി ഡ്രൈ ചെയ്ത് അടക്കി അമർത്തി വെച്ച് പിന്നീട് നമ്മൾ അതിനെ ഒരു ഷീറ്റിൽ ഒട്ടിച്ചെടുക്കുകയാണ് ചെയ്തത്. ഇതേ സെയിം രീതി തന്നെയാണ് ഹെർബേറിയത്തിൻ്റെ കേസിൽ നമ്മൾ ചെയ്യുന്നത്. ദെൻ അത് കഴിഞ്ഞ് നമ്മൾ അതിൻ്റെ സിസ്റ്റമാറ്റിക്സ് എന്താണ്, അതിൻ്റെ ക്ലാസിഫിക്കേഷൻ എന്താണെന്നും കൂടെയും ചേർത്ത് നമ്മൾ അതിനെ അറേഞ്ച് ചെയ്യുകയാണ് ചെയ്തിരിക്കുന്നത്. പൂവ്, കായ, വിത്ത് തുടങ്ങിയ സസ്യങ്ങളെ തിരിച്ചറിയാൻ സഹായിക്കുന്ന ഭാഗങ്ങളോട് കൂടിയ സസ്യങ്ങളെ ഉണക്കി പ്രിസർവ് ചെയ്ത് 29 സെന്റിമീറ്റർ × 42 സെന്റിമീറ്റർ വലുപ്പത്തിലുള്ള ഒരു കാർഡ്ബോർഡിൽ പേപ്പറിൽ ഒട്ടിച്ച് സൂക്ഷിക്കുന്നതിനെയാണ് ഹെർബേറിയം എന്ന് പറയുന്നത്. അപ്പം നമുക്കറിയാം, നമ്മളൊരു സ്പെസിമെൻ, ഒരു പ്ലാന്റിൻ്റെ സ്പെസിമെൻ ഹെർബേറിയം ഉണ്ടാക്കാൻ വേണ്ടി എടുക്കുമ്പോൾ നമുക്കറിയാം അതിൻ്റെ ചെറുതുകളാണെങ്കിൽ അതിൻ്റെ റൂട്ട് വേണം, അതിൻ്റെ ലീഫ് വേണം, അതിൻ്റെ ഫ്ലവറിങ് പാർട്ടുകൾ വേണം. ഇനി അതിന് വിത്തും കായും ഉണ്ടെങ്കിൽ നമ്മൾ അതിന് പ്രത്യേകം ഒരു പാക്കറ്റിലായിട്ട് നമ്മൾ ആ ഹെർബേറിയം ഷീറ്റിൽ ക്ലിപ്പ് ചെയ്ത് വെക്കണം അല്ലേ. ദെൻ നമുക്കറിയാം ഹെർബേറിയം ഷീറ്റ് സാധാരണ ഷീറ്റുകളെ പോലെയല്ല, കുറച്ച് വലുതാണ്. അതിൻ്റെ ഒരു വലിപ്പം ഇമ്പോർട്ടൻ്റ് ആണ്. 29 സെൻറ്റിമീറ്റർ × 42 സെൻറ്റിമീറ്റർ ആണ് അതിൻ്റെ ഒരു വലിപ്പം എന്ന് പറയുന്നത്. ദെൻ ഇവയുടെ വലതുവശത്ത് പിന്നെ നമുക്കറിയാം, നമ്മളൊരു ഹെർബേറിയം ഷീറ്റ് ഉണ്ടാക്കി കഴിയുമ്പോൾ നമ്മളെ ഹെർബേറിയം ഷീറ്റിൻ്റെ ഇവിടെ അതിൻ്റെ സയൻറ്റിഫിക് നെയിം നമുക്കറിയാവുന്നത്. പിന്നെ നമ്മളിവിടെ പ്ലാന്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ വലതുവശത്ത് കുറേ ഡീറ്റെയിൽസ് നമ്മൾ ആഡ് ചെയ്ത് വെക്കും അല്ലേ. എന്തൊക്കെയാണ്? സ്പെസിമെൻ ശേഖരിച്ച തീയതി, സ്പെസിമെൻ്റെ ഇംഗ്ലീഷ് പേര്, അതിൻ്റെ ഇംഗ്ലീഷ് പേര് എന്താണ്, ദെൻ അതിൻ്റെ കുടുംബം, ഫാമിലി എന്താണ്, ശേഖരിച്ച കളക്ടറുടെ പേര്, ആരാണ് ഇത് കളക്ട് ചെയ്തത്, ദെൻ ശേഖരിച്ച സ്ഥലം, എവിടെ നിന്നാണ് കളക്ട് ചെയ്തത്, ദെൻ സ്പെസിമെൻ്റെ ലോക്കൽ നെയിം. ഇപ്പം നമുക്കറിയാം ഓരോ സ്പെസിമെനും ഒരു ലോക്കൽ നെയിം ഉണ്ടാവും. ഇപ്പോൾ സപ്പോസ് നമ്മൾ പപ്പായ ആണെങ്കിൽ പപ്പായക്ക് ചില സ്ഥലത്ത് കപ്ലങ്ങ എന്നാണ് പറയുന്നുണ്ടാവുക, ചില സമയത്ത് കർമൂസക്കായ, അങ്ങനെയൊക്കെയാണ്, പല പേരിലാണ് ഇത് അറിയപ്പെടുന്നത്. അപ്പോൾ ലോക്കൽ നെയിം വേണം. അപ്പോൾ എന്തൊക്കെയാണ് വേണ്ടത്? സ്പെസിമെൻ ശേഖരിച്ച തീയതി വേണം, സ്പെസിമെൻ്റെ ഇംഗ്ലീഷ് പേര്, ഫാമിലി, സ്പെസിമെൻ ശേഖരിച്ച ആളുടെ പേര്, സ്പെസിമെൻ ശേഖരിച്ച സ്ഥലം, സ്പെസിമെൻ്റെ പ്രാദേശിക പേര്. ഇത്രയും കാര്യങ്ങളെ ഉൾപ്പെടുത്തിയിട്ടാണ് നമ്മൾ എന്തുണ്ടാക്കേണ്ടത്? നമ്മളൊരു ഹെർബേറിയം ഷീറ്റ് സെറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ അത് ഓർത്ത് വെക്കുക കേട്ടോ. ഇനി ദി ലിസ്റ്റ് ഓഫ് സം ഹെർബേറിയം ഇൻ ദി വേൾഡ് ഈസ് നോൺ ആസ് റോയൽ ബൊട്ടാണിക്കൽ ഗാർഡൻ, ക്യൂ ഇൻ ഇംഗ്ലണ്ട്, സെൻട്രൽ നാഷണൽ ഹെർബേറിയം, കൽക്കത്ത. അപ്പോൾ നമ്മുടെ സെൻട്രൽ നാഷണൽ ഹെർബേറിയം എന്ന് പറയുന്നത് കൽക്കത്തയിലുള്ളതാണ്. അതേപോലെ തന്നെ നമ്മുടെ ബൊട്ടാണിക്കൽ ഗാർഡൻ, ക്യൂവിലുള്ള ഇംഗ്ലണ്ടിലുള്ള റോയൽ ബൊട്ടാണിക്കൽ ഗാർഡൻ ആണ് നമ്മളുടെ ബൊട്ടാണിക്കൽ ഗാർഡൻ വരുന്നത്. അപ്പോൾ നമുക്ക് പ്രധാനമായിട്ടുള്ള ഹെർബേറിയങ്ങൾ എന്ന് പറയുന്നത് റോയൽ ബൊട്ടാണിക്കൽ ഗാർഡൻ, ക്യൂ ഇംഗ്ലണ്ടും സെൻട്രൽ നാഷണൽ ഹെർബേറിയം കൽക്കത്ത, ഇത് രണ്ടുമാണ് പ്രധാനപ്പെട്ട ഹെർബേറിയങ്ങൾ എന്ന് പറയുന്നത്. ഇനി എന്താണ് ഒരു ഹെർബേറിയത്തിൻ്റെ ഫങ്ഷൻ? നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് ഹെർബേറിയം യൂസ് ചെയ്യുന്നത്?
കൃത്യമായി തിരിച്ചറിയലും വർഗീകരണ ഗവേഷണവുമാണ് പ്രാഥമിക ധർമ്മം. അതായത് നമുക്ക് ഐഡൻറ്റിഫിക്കേഷൻ നടത്താനും പ്ലാന്റ്സുകളുടെ ഐഡൻറ്റിഫിക്കേഷൻ നടത്താനും അതേപോലെ തന്നെ അതിൻ്റെ ടാക്സോണമിക് സ്റ്റഡീസിന് വേണ്ടിയിട്ടാണ് നമ്മൾ പ്രധാനമായിട്ടും ഇത് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഐഡൻറ്റിഫിക്കേഷനും അതേപോലെ തന്നെ ടാക്സോണമിക് സ്റ്റഡീസിന് വേണ്ടിയിട്ടാണ് ഹെർബേറിയം യൂസ് ചെയ്യുന്നത്. ദെൻ വർഗീകരണത്തെ കുറിച്ചിട്ട് വിദ്യാർത്ഥികൾക്ക് എളുപ്പത്തിൽ പഠിക്കാൻ കഴിയും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ദ്വിതീയ ധർമ്മം അഥവാ സെക്കൻഡറി ഫങ്ഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ പ്രധാനമായിട്ടും ഒരു സ്പെസിമെൻ നമുക്ക് കിട്ടിയാൽ അതിനെ ഐഡൻറ്റിഫൈ ചെയ്യാനും അതുപോലെ തന്നെ അതിനെക്കുറിച്ചിട്ട് റിസർച്ചിങ് നടത്താനും പിന്നെ വിദ്യാർത്ഥികൾക്ക് പഠിക്കുക. അപ്പോൾ ആദ്യം ലൂക്കാ ഗിനി ഒരു ഹെർബേറിയം കൊണ്ടുവരുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ആവശ്യം അദ്ദേഹത്തിൻ്റെ വിദ്യാർത്ഥികൾക്ക് സസ്യങ്ങളെക്കുറിച്ച് വ്യക്തമായ ധാരണകൾ കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഹെർബേറിയം എന്ന് പറയുമ്പം നമുക്ക് ഒരുപാട് സസ്യങ്ങളുടെ കളക്ഷനാണ്. നമ്മളെല്ലാ ലൊക്കാലിറ്റിയിലും പോയിട്ട് നമ്മൾ സസ്യങ്ങളെക്കുറിച്ച് പഠിക്കേണ്ട ആവശ്യമില്ല. ഒരു ഹെർബേറിയം ഉണ്ടെങ്കിൽ നമുക്ക് അവിടെയുള്ള ഹെർബേറിയം ഷീറ്റുകളുടെ അവലോകനം നടത്തി നമുക്ക് ആ ഒരു സസ്യങ്ങളുടെ ഒരു കൂട്ടം ഏരിയയിലുള്ള ഒരു കൂട്ടം സസ്യങ്ങളെ കുറിച്ച് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാനായിട്ട് പറ്റും. അപ്പോൾ ആ ഒരു ലക്ഷ്യം തന്നെയാണ് ഹെർബേറിയത്തിൻ്റെ പ്രധാനമായിട്ടുള്ള ഫംഗ്ഷൻ എന്ന് പറയുന്നത്. വർഗീകരണ പഠനങ്ങളിൽ ഹെർബേറിയം ഒരു ദ്രുത റെഫറൻസ് സ്രോതസ്സായിട്ട് വർത്തിക്കുന്നുണ്ട്. അപ്പം നമുക്കറിയാം ടാക്സോണമിക് സ്റ്റഡീസിൽ നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എല്ലാ ലോക്കലായിട്ട് കിട്ടുന്ന സ്ഥലങ്ങളിലും പോയിട്ട് അല്ലെങ്കിൽ ലോക്കാലിറ്റിയിലും പോയിട്ട് നമുക്ക് ഓരോ സ്റ്റഡികളെ കുറിച്ചിട്ടും പഠിക്കുക എന്ന് പറയുന്നത് എളുപ്പമുള്ള കാര്യമല്ല. അപ്പോൾ ഒരു ഹെർബേറിയത്തിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരു ലൊക്കാലിറ്റിയിൽ വരുന്ന എല്ലാ ചെടികളെ കുറിച്ചിട്ടുള്ളൊരു പൂർണ്ണമായിട്ടുള്ളൊരു അവലോകനം നമുക്ക് കിട്ടും. അപ്പോൾ അത് പെട്ടെന്നൊരു റെഫറൻസായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ ഒരു പ്രാദേശികമായിട്ടുണ്ടാവുന്ന സസ്യജാലങ്ങളെ കുറിച്ചിട്ട് ഒരു ഐഡൻറ്റിഫിക്കേഷൻ പെട്ടെന്നുള്ള ഒരു ധാരണ കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഹെർബേറിയങ്ങൾ യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഓരോ ലൊക്കാലിറ്റിയിലൊരു പ്രാദേശിക സസ്യജാലങ്ങളെ കുറിച്ചിട്ടുള്ള വിവരങ്ങൾ നമുക്ക് പെട്ടെന്ന് തന്നെ കിട്ടാനായിട്ട് ഹെർബേറിയങ്ങൾ സഹായിക്കും. ദെൻ ഈ വിവരങ്ങളുടെ സഹായത്തോടെ സാമ്പത്തികമായും ദുർബലമായ സസ്യങ്ങളുടെ ഇനങ്ങളെയും അവയുടെ വ്യത്യസ്ത ഇനങ്ങളെയും നമുക്ക് കണ്ടെത്താനായിട്ട് പറ്റും. അപ്പോൾ ഹെർബേറിയത്തിൽ നമുക്ക് ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് നമുക്കൊരു പുതിയ സസ്യങ്ങളെ കിട്ടുന്ന സമയത്ത് അത് സാമ്പത്തികമായിട്ട് അല്ലെങ്കിൽ എക്കണോമിക്കലി ഇമ്പോർട്ടൻ്റ് ആണോ എക്കണോമിക്കലി ഇമ്പോർട്ടൻ്റ് അല്ലേ, എക്കണോമിക് ഇമ്പോർട്ടൻ്റ് ആയ സസ്യങ്ങളെ നമുക്ക് എങ്ങനെ മാറ്റി നമുക്കത് സ്ഥാപിക്കാം, എക്കണോമിക് ഇമ്പോർട്ടൻ്റ് അല്ലാത്ത ഇപ്പോൾ പോയ്സണസ് ആയിട്ടുള്ള കുറേ സസ്യങ്ങളുണ്ടാവുകയെ നമുക്ക് തിരിച്ചറിയാം. ഇപ്പം നമുക്ക് തന്നെ അറിയാം റവോൾഫിയ സെർപെൻഷ്യ എന്ന് പറയുന്ന സർപ്പഗന്ധിയിൽ ഒരുപാട് വെറൈറ്റികളുണ്ട് അല്ലേ. അതെല്ലാം നമുക്ക് ചിലത് മെഡിസിൻസ് ആയിട്ട് യൂസ് ചെയ്യാം, ചിലത് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നവയുണ്ട്. അതുപോലെ വിഷച്ചെടികളിൽ പല ടോക്സിക് ആയിട്ടുള്ള ചെടികളുണ്ട്, അവരുടെ വ്യത്യസ്തമായ സ്പെസിമെൻസ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള എക്കണോമിക്കലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതും എക്കണോമിക്കലി എന്താ പറയുക നമുക്ക് ടോക്സിക് ആയിട്ടുള്ള എക്കണോമിക്കലി ബെനിഫിഷ്യൽ അല്ലാത്തതുമായിട്ടുള്ള പ്ലാന്റുകളെ നമുക്ക് വളരെ ഈസി ആയിട്ട് ഹെർബേറിയം വഴി നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ഇനി എന്താണ് ഒരു ഹെർബേറിയം ടെക്നിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് ഹെർബേറിയം ടെക്നിക്സ് നമ്മൾ വരുന്നത്? അപ്പോൾ ഒരു ഹെർബേറിയം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സാധാരണയായിട്ട് കണ്ടുവരുന്ന ടെക്നിക്സ് എന്ന് പറയുന്നതിൽ ഒന്നാമത്തെ കളക്ഷനാണ്, രണ്ടാമത്തേത് ഡ്രൈയിങ്, മൂന്നാമത്തേത് പോയ്സണിങ്, സ്റ്റിച്ചിങ്, ലേബലിംഗ് ആൻഡ് ഡെപ്പോസിഷൻ. അപ്പോൾ ഇത്രയാണ് പ്രധാനമായിട്ടും ഹെർബേറിയം ടെക്നിക്സിൽ വരുന്നത്: കളക്ഷൻ, ഡ്രൈയിങ്, പോയ്സണിങ്, സ്റ്റിച്ചിങ്, ലേബലിംഗ് ആൻഡ് ഡെപ്പോസിഷൻ. അപ്പോൾ ആദ്യം വരുന്നത് കളക്ഷൻ അഥവാ ശേഖരണം എന്നുള്ളതാണ്. The material for determination should be perfect and complete for determination. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു പ്ലാന്റ് എടുക്കുകയാണെങ്കിൽ ആ പ്ലാന്റിൻ്റെ ഫുള്ളി ആയിട്ടുള്ള ഗ്രൗണ്ട് ലീഫ്, അത് വളർന്നൊരു ഇലയും അതുപോലെ തന്നെ അതിൻ്റെ പൂക്കുലകളും ഇൻഫ്ലോറസെൻസും കറക്റ്റായിട്ട് നമുക്ക് ഉണ്ടാവണം. ഇൻഫ്ലോറസെൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൂങ്കുലകൾ എന്നുള്ളതാണ് പ്രധാനമായിട്ട് പറയുന്നത്. അപ്പോൾ ഈ പൂങ്കുലകളും നമുക്കുണ്ടായിരിക്കണം. അതുപോലെ തന്നെ ഇനി വുഡി പ്ലാന്റ്സ് ആണെങ്കിൽ അതിൻ്റെ ബ്രാഞ്ചസ്, അതിൻ്റെ ട്വിഗ്സുകൾ ഉണ്ടായിരിക്കണം, ബ്രാഞ്ചസും കൂടെ ഉണ്ടായിരിക്കണം. ഇനി നമ്മൾ കളക്ട് ചെയ്യുന്ന ഒരു സ്പെസിമെന് 30 to 40 സെൻറ്റിമീറ്റർ ലെങ്ത് ഉണ്ടായിരിക്കണം. അപ്പം നമ്മളുടെ ഒരു ഹെർബേറിയം ഷീറ്റ് എന്ന് പറയുന്നത് നമ്മൾ അതിൻ്റെ വലിപ്പം പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. എന്തായിരുന്നു വലിപ്പം എന്ന് പറയുന്നത്? 29 സെൻറ്റിമീറ്റർ ഇൻറ്റു 42 സെൻറ്റിമീറ്റർ അല്ലേ. 2942 2942 ഹെർബേറിയം ഷീറ്റിൻ്റെ വലിപ്പം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഷീറ്റിൽ കൊള്ളാവുന്ന രീതിയിൽ എന്തുണ്ടായിരിക്കണം? ഒരു 30 to 40 സെൻറ്റിമീറ്റർ ലെങ്ത്തിൽ വേണമായിരിക്കണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട് ഒരു ഹെർബേറിയം ഷീറ്റ് നമുക്ക്
ഒട്ടിക്കാവുന്ന രീതിയിലായിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഒരു പ്ലാന്റിനെ കളക്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഹെർബേറിയസ് പ്ലാന്റ് നമ്മൾ കളക്ട് ചെയ്യുമ്പോൾ അതിൻ്റെ അണ്ടർഗ്രൗണ്ട് പാർട്ടും ഉണ്ടായിരിക്കണം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ചെറിയ ചെടികളാണെങ്കിൽ അതിൻ്റെ റൂട്ട് അടക്കം ചേരാവുന്ന രീതിയിലായിരിക്കണം നമ്മൾ ആ പ്ലാന്റ് കളക്ട് ചെയ്യേണ്ടത്. ഇനി നമ്മളൊരു ഹെർബേറിയം പ്ലാന്റ്സ് എന്ന് പറയുന്നത് ഒരു ബോട്ടാണിക്കൽ ഗാർഡനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് കളക്ട് ചെയ്യണതെങ്കിൽ, അല്ലെങ്കിൽ ഒരു ബോട്ടാണിക്കൽ ഗാർഡനിൽ കൊണ്ട് കെപ്റ്റ് ചെയ്യാനാണ്, അല്ലെങ്കിൽ നമ്മളൊരു വലിയൊരു ഹെർബേറിയത്തിൻ്റെ ഉള്ളിൽ കളക്ട് ചെയ്യാനാണ്, നമ്മളിത് കൊണ്ടുവയ്ക്കാനാണ് നമ്മൾ ഈ സ്പെസിമെൻ കളക്ട് ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും ഡിസീസ്ഡ് പ്ലാന്റ് ഷുഡ് ബി അവോയ്ഡഡ്. അപ്പോൾ എന്തെങ്കിലും രോഗങ്ങളുള്ള സസ്യങ്ങളെ നമ്മൾ ഒഴിവാക്കേണ്ടതായിട്ട് അത്യാവശ്യമാണ്. എന്തുകൊണ്ടാണ്? ഈ രോഗങ്ങളുള്ള സസ്യങ്ങൾ പിന്നീട് എന്തിലുണ്ടാവും, ബാക്കിയുള്ളവയ്ക്കും കൂടെ രോഗം വരുത്തി ഹെർബേറിയം മൊത്തം സ്പോയിലായിപ്പോവും. അപ്പോൾ അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഇവയെ ഡിസീസ്ഡ് ആവാത്ത പ്ലാന്റുകളെ വേണം കളക്ട് ചെയ്യാനായിട്ട്. ദെൻ ഈ കളക്ഷൻസ് നമ്മൾ എപ്പോഴും ഒരു മെറ്റാലിക് വാസ്കുലത്തിലോ അല്ലെങ്കിൽ ഒരു പോളിത്തീൻ ബാഗിലോ കളക്ട് ചെയ്തിട്ട് വേണം നമ്മൾ കൊണ്ടുവരാനായിട്ട്. അതെന്തിനു വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യണതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതിലെ മോയ്സ്ചർ കണ്ടൻറ്റ്, അതിലെ വെള്ളത്തിൻ്റെ അളവിനെ നമുക്ക് പ്രിസർവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ പ്രധാനമായിട്ടും ഒരു മെറ്റാലിക് വാസ്കുലത്തിൽ ഒരു പോളിത്തീൻ ബാഗിലായിരിക്കണം നമ്മളിത് കളക്ട് ചെയ്യേണ്ടത്. ഇനി അടുത്തത് അതിൻ്റെ ഉണങ്ങലാണ്, ഡ്രൈയിങ് ഉണക്കൽ എന്ന് പറയുന്നത്. ഈ ശേഖരിക്കുന്ന സസ്യമാതൃകകൾ സാധാരണ പത്ര ഫോൾഡുകളിൽ അമർത്തി ഓവർലാപ്പ് ചെയ്യുന്നത് ഒഴിവാക്കണം. ഈ ഫോൾഡറുകൾ പിന്നീട് ഫീൽഡ് പ്രസ്സിൽ സൂക്ഷിക്കണം. അപ്പോൾ ഇത് പ്രധാനമായിട്ടും നമ്മൾ എന്ത് ചെയ്യണം, കുറച്ചും കൂടി സസ്യ ഫോൾഡറുകളിൽ അമർത്തി പിന്നെ ഇതിങ്ങനെ ഓവർലാപ്പ് ചെയ്യുന്നത് ഒഴിവാക്കണം. എന്ത് ചെയ്യണം, ഒരു പത്രം എടുക്കുക, അതിൻ്റെ ഉള്ളിൽ പ്ലാന്റ് വെക്കുക, പിന്നെ അടുത്ത പത്രം വെക്കുക, പിന്നെ അത് കഴിഞ്ഞ് ഒരു പ്ലാന്റ് വെക്കുക, പിന്നെ അടുത്ത പത്രം വെക്കുക. അങ്ങനെ വളരെ സൂക്ഷിച്ച് വേണം നമ്മൾ ഇതിനെ ഡ്രൈ ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ ഇത് പൊടിഞ്ഞു പോകും. അപ്പോൾ ഈ ഫോൾഡറുകളിൽ, ഈ ഒരു ഫോൾഡറിൽ പത്ര ഫോൾഡറുകൾ ഉണ്ടാക്കിയിട്ട് അതിനെ രണ്ടിനെയും എന്ത് ചെയ്യണം, ഒരു കട്ടിയുള്ള, ഇപ്പോൾ പേപ്പറുകളാണ്, ഈ പേപ്പറുകളെ ഒരു കട്ടിയുള്ള ഒരു ഫീൽഡ് പ്രസ്സിൽ ഇങ്ങനെ സൂക്ഷിച്ച് വെക്കണം. ദെൻ സസ്യവസ്തുക്കൾ കറുക്കലും അഴുകലും ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, നനഞ്ഞ ഫോൾഡറുകൾ മാറ്റണം. അപ്പോൾ നമ്മളൊക്കെ ചെയ്യുന്ന സമയത്ത് ഈ പേപ്പറുകൾ നമ്മൾ കൊണ്ടുപോയി വെയിലത്തിട്ടിട്ട് ഉണക്കും, അത് കഴിഞ്ഞ് വേറെ പേപ്പർ വെക്കും, പിന്നെ വേറെ ഉണങ്ങി കഴിയുമ്പോൾ ആ പേപ്പർ തന്നെ വീണ്ടും വെക്കും. ഇങ്ങനെയാണ് നമ്മൾ പേപ്പറുകൾ മാറ്റിക്കൊണ്ടേയിരിക്കണം. അല്ലെങ്കിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ഇത് പൂപ്പൽ പിടിച്ചു പോകും. അപ്പോൾ ഉണക്കൽ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്, അത് നമ്മൾ ചെയ്യണം. ദെൻ അടുത്തതാണ് പോയ്സണിങ് എന്ന് പറയുന്നത്. സൂക്ഷ്മാണുക്കളുടെ വളർച്ച ഒഴിവാക്കാൻ വിഷം അടിക്കേണ്ടത് അത്യാവശ്യമാണ്, പോയ്സണിങ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. അപ്പോൾ അതിൽ പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നതാണ് മെർക്കുറി ക്ലോറൈഡ്. അതിനുശേഷം ഇത് വീണ്ടും ഉണക്കുകയാണ് ചെയ്യുന്നത്. അപ്പം നമ്മൾ ഒരു കുറേ കാലഘട്ടങ്ങളിലോട്ടൊക്കെ സൂക്ഷിക്കുന്ന ഒരു ഹെർബേറിയം ആണെങ്കിൽ നമ്മൾ അതിനെ മെർക്കുറി ക്ലോറൈഡ് വെച്ച് ട്രീറ്റ് ചെയ്യും. അതെന്തിനു വേണ്ടിയിട്ടാണ്, കുറേ ചെറിയ പ്രാണികളെല്ലാം വന്നിട്ട് അത് നശിപ്പിച്ച് കളയാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മെർക്കുറി ക്ലോറൈഡ് വെച്ചിട്ട് ഇതിനെ ട്രീറ്റ് ചെയ്യുന്നത്. ഓക്കെ, അത് കഴിഞ്ഞിട്ടാണ് മൗണ്ടിങ്, സ്റ്റിച്ചിങ് ആൻഡ് ലാബലിംഗ് പ്രോസസ്സ് വരുന്നത്. ഒരു ഉണങ്ങിയ സ്പെസിമെൻ ഹെർബേറിയം ഷീറ്റിൽ ഒട്ടിച്ച് തുന്നി ചേർക്കുന്നു. വലതുവശത്ത് ഫീൽഡ് ഡാറ്റ നൽകും. ഫീൽഡ് ഡാറ്റയിൽ എന്തൊക്കെയാണ് വേണ്ടതെന്നുള്ളത് നമ്മൾ ഓൾറെഡി പറഞ്ഞു. എന്തൊക്കെയാണ് വേണ്ടത്, അതിൻ്റെ ഇംഗ്ലീഷ് പേര് വേണം, ആരാണ് കളക്ട് ചെയ്തതെന്ന് പറയണം, എന്ത് ഡേറ്റിലാണ് കളക്ട് ചെയ്തത്, അതിൻ്റെ സയൻറ്റിഫിക് നെയിം വേണം, അതിൻ്റെ ഫാമിലി വേണം, കളക്ടേഴ്സിൻ്റെ പേര് വേണം. അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും നമ്മൾ പറഞ്ഞു ഹെർബേറിയം ഷീറ്റിൻ്റെ വലതുവശത്തായിട്ട് നമ്മൾ എഴുതി ചേർക്കുകയാണ് ചെയ്യുന്നത്. ദെൻ ഇനി ഇതിൻ്റെ ഹെർബേറിയം ഷീറ്റിൻ്റെ അടിഭാഗത്തായിട്ട് അല്ലെങ്കിൽ ഷീറ്റുകളിൽ ക്രമീകരിച്ചിരിക്കുന്ന ചെറിയ പേപ്പർ കവറുകളുണ്ട്. അതിനെയാണ് ഫ്രാഗ്മെൻറ്റ് കവറുകൾ എന്ന് പറയാം, ഫ്രാഗ്മെൻറ്റ് കവറുകൾ എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് ഇവരെ ഫ്രാഗ്മെൻറ്റ് കവറുകൾ എന്ന് പറയണതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൻ്റെ ഉള്ളിലാണ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ വിത്തുകൾ അല്ലെങ്കിൽ അതിൻ്റെ നമ്മൾ പൊഴിഞ്ഞു പോകുന്ന സാധനങ്ങളൊക്കെ നമ്മൾ ഈ ഫ്രാഗ്മെൻറ്റ് കവറുകളിലാണ് നമ്മൾ ശേഖരിച്ച് വെക്കുന്നത്. അപ്പോൾ വിത്തുകൾ, ചെറിയ കുഞ്ഞു പൂക്കളൊക്കെ ആണെങ്കിൽ അതിന് ഈ ഫ്രാഗ്മെൻറ്റ് കവറുകളിലാണ് നമ്മൾ ശേഖരിച്ച് വെക്കുക. ഇതിന് ഫ്രാഗ്മെൻറ്റ് പാക്കറ്റുകൾ എന്നാണ് പറയാം. അപ്പോൾ ഒരു ഹെർബേറിയം ഷീറ്റിൽ നമ്മൾ കറക്റ്റായിട്ട് മൗണ്ട് ചെയ്ത് അതിനെ സ്റ്റിച്ച് ചെയ്ത് ചേർത്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം, അതിൻ്റെ ഡീറ്റെയിൽസുകൾ, അതിൻ്റെ പേര് എന്താണ്, ലോക്കൽ നെയിം എന്താണ്, അതിൻ്റെ ഇംഗ്ലീഷ് നെയിം എന്താണ്, ആരാണ് കളക്ട് ചെയ്തത്, അത് കളക്ട് ചെയ്ത ഡേറ്റ് എന്താണ്, ഫാമിലി നെയിം എന്താണ്, അങ്ങനെയുള്ള എല്ലാ ഡീറ്റെയിൽസും ചേർക്കണം. പിന്നെ അതിനകത്ത് കൊഴിഞ്ഞു പോകുന്ന വിത്തുകളോ
അതേപോലെ തന്നെ പൂക്കളൊക്കെ ഉണ്ടെങ്കിൽ അതിനെ ഫ്രാഗ്മെന്റ് കവറുകളിലാക്കിയിട്ട് ഘടിപ്പിച്ചിട്ടുണ്ടായിരിക്കണം. ഇതിനെയാണ് മൗണ്ടിങ്, സ്റ്റിച്ചിങ് ആൻഡ് ലാബലിംഗ് എന്ന് പറയുന്നത്. അടുത്തതാണ് അതിൻ്റെ നിക്ഷേപിക്കൽ അല്ലെങ്കിൽ ഡെപ്പോസിഷൻ എന്ന് പറയുന്നത്. ഈ ഷീറ്റുകളെ ജീനസും വർഗീകരണം അനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യണം? ജനസും വർഗീകരണം അനുസരിച്ച് അതിനെ ക്രമീകരിക്കണം. ദെൻ നമ്മൾ എങ്ങനെയായിരിക്കണം ഇതിനെ ക്രമീകരിക്കേണ്ടത്? നമുക്കറിയാം, നമ്മൾ ഏറ്റവും കൂടുതൽ പ്ലാന്റ് ക്ലാസിഫിക്കേഷനിൽ നമ്മൾ യൂസ് ചെയ്യുന്ന സമ്പ്രദായം എന്ന് പറയുന്നത് ബെന്തം ആൻഡ് ഹുക്കർ ക്ലാസിഫിക്കേഷൻ ആണ്. ആ വർഗീകരണ സംവിധാനം ഉപയോഗിച്ച് ഷീറ്റുകൾ ക്രമീകരിക്കണം. പിന്നീട് ഈ സിൽവർ ഫിഷ് ഒക്കെ പോലെയുള്ള പ്രാണികൾ നമുക്കറിയാം, പുസ്തകസ്ഥീനിയാണ് സിൽവർ ഫിഷ് എന്ന് പറയണേ. അപ്പോൾ ഈ ജീവികൾ കുറച്ച് നാൾ കഴിയുമ്പോൾ, ഇപ്പം നമ്മളായാലും കുറേ നാൾ പുസ്തകങ്ങളൊക്കെ എടുക്കാണ്ടിരുന്ന ആ പുസ്തകങ്ങളുടെ ഉള്ളിൽ ഈ സിൽവർ ഫിഷ് പോലെയുള്ള ജീവികൾ വന്നിരിക്കും. അപ്പം ഇങ്ങനെയുള്ള പ്രാണികളെ കൊല്ലാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? 6 മാസത്തെ ഇടവേളകളിൽ DDT, കോപ്പർ സൾഫേറ്റ് പോലെയുള്ളവയും തെളിച്ചു കൊടുക്കേണ്ടത് അത്യാവശ്യമാണ്. അതാണ് ഡെപ്പോസിഷൻ. കുറേ കാലഘട്ടങ്ങളിൽ നമ്മൾ ശേഖരിച്ച് വയ്ക്കുന്ന ഹെർബേറിയങ്ങളെ ഡെപ്പോസിറ്റ് ചെയ്ത് വെക്കുന്നത് ഈ പ്രധാനമായിട്ടും ഈ ഒരു രീതിയിലാണ്. അപ്പോൾ അവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് കോപ്പർ സൾഫേറ്റ് ആണ്. മറ്റേത് ആദ്യം നമ്മൾ ചെയ്തത് എന്തായിരുന്നു? ആദ്യം നമ്മൾ പോയ്സണിങ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ചെയ്തത് എന്തുപയോഗിച്ചിട്ടാണ് പോയ്സണിങ് ചെയ്തത്? മെർക്കുറി ക്ലോറൈഡ് വെച്ചിട്ടാണ് പോയ്സണിങ് ചെയ്തത്. ഇവിടെ നമ്മൾ കോപ്പർ സൾഫേറ്റ് ഇടയ്ക്കിടയ്ക്ക് തളിച്ചു കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് നമ്മൾ ഇന്ന് പറഞ്ഞത് നമ്മുടെ ഹെർബേറിയത്തിനെ കുറിച്ചിട്ടാണ്. ഹെർബേറിയത്തിനെ കുറിച്ച് ഒരു ധാരണ വന്നു എന്ന് വിചാരിക്കുന്നു. തീർച്ചയായും ഹെർബേറിയത്തിൻ്റെ ഭാഗത്തുനിന്ന് ഒരു ക്വസ്റ്റ്യൻ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. സാധ്യതയുള്ള ഒരു ഭാഗമാണ് ഹെർബേറിയം. ഈ പറയുന്ന ടാക്സോണമിക് റിസോഴ്സസ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ്. അവിടെ നിന്നുള്ള ഒരു ക്വസ്റ്റ്യൻ നമുക്ക് തീർച്ചയായിട്ടും എക്സ്പെക്റ്റ് ചെയ്യാം. ഒന്നില്ലെങ്കിൽ എന്താണ് ഈ പ്രക്രിയകളൊക്കെ വന്നിട്ട് ഇത് സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണോ എന്നുള്ളത് ചോദിക്കാം. അല്ലെങ്കിൽ നമ്മളോട് ചോദിക്കാൻ സാധ്യതയുള്ളത് ഏതാണ് പ്രധാനപ്പെട്ട ഹെർബേറിയങ്ങൾ എന്നുള്ളത് രീതിയിൽ ചോദിക്കാം. റോയൽ ബൊട്ടാണിക്കൽ ഗാർഡൻ, ക്യൂ ഇംഗ്ലണ്ട്, സെൻട്രൽ നാഷണൽ ഹെർബേറിയം കൽക്കത്ത, ഇത് രണ്ടും എങ്കിലും മിനിമം ഓർത്ത് വെക്കണം. പിന്നെ എന്തൊക്കെയാണ് നമ്മളൊരു ഹെർബേറിയം ഷീറ്റിൽ എഴുതുന്നത് എന്നുള്ള രീതിയിൽ ചോദിക്കാം. എന്തൊക്കെ ഉൾപ്പെടുത്താം, എന്തൊക്കെ ഉൾപ്പെടുത്തുന്നില്ല, അങ്ങനെയൊക്കെ നമുക്ക് തിരിച്ചും മറിച്ചും ക്വസ്റ്റ്യൻസുകൾ എക്സ്പെക്റ്റ് ചെയ്യാം. പിന്നെ ഹെർബേറിയം ഷീറ്റിൻ്റെ വലിപ്പം 29 സെൻറ്റിമീറ്റർ × 42 സെൻറ്റിമീറ്റർ കാർഡ്ബോർഡാണ് നമ്മൾ യൂസ് ചെയ്യണതെന്ന് പറയാം. ദെൻ ഇത്രയൊക്കെയാണ് പ്രധാനമായിട്ടും നമുക്ക് ഹെർബേറിയത്തിനെ കുറിച്ച് എക്സ്പെക്റ്റ് ചെയ്യാവുന്ന ക്വസ്റ്റ്യൻസുകൾ എന്ന് പറയുന്നത്.